ഇന്ന് സുന്നികളിൽ വ്യാപകമായി കാണാറുള്ള ഉറുക്ക്, അതുപോലെ ഏലസ്, ഐക്കല്ല്, മന്ത്രിച്ചൂതൽ, കല്ല്, മോതിരക്കല്ല് തുടങ്ങി ധാരാളം പല അനാചാരങ്ങളുമുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പറയപ്പെട്ട അനാചാരങ്ങൾ വ്യാപകമായി കാണാൻ കഴിയുന്നു. ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത് സുന്നി ഉലമാക്കൾ അവരുടെ പോക്കറ്റ് നിറയുന്നതിന് വേണ്ടിയാണോ എന്നറിയില്ല, സാധാരണക്കാരുടെ പോക്കറ്റ് കാലിയാക്കുന്ന രൂപത്തിലുള്ള ഇത്തരം ഇസ്ലാമിന് അന്യമായ പ്രവർത്തനങ്ങളും അതുപോലെ കർമ്മങ്ങളുമെല്ലാം ഉണ്ടാക്കി സുന്നി ആളുകളെ വിഡ്ഢികളാക്കുകയാണ്. നസായി ഉദ്ധരിച്ച ഒരു ഹദീസ് ഞാൻ ഇവിടെ വായിക്കുകയാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم من عقد عقدة ثم نفث فيها فقد سحر ومن سحر فقد أشرك ومن تعلق شيئا وكل إليه. ആരെങ്കിലും ആയിക്കോട്ടെ, ഒന്നുമില്ല, ഞങ്ങളെ വായനയായിട്ട് ചിരിച്ചതാണ്, ക്ഷമിക്കണേ. ആരെങ്കിലും അതുപോലെ മന്ത്രിച്ചൂതി കെട്ടും കയറുമൊക്കായി ചെയ്തു കഴിഞ്ഞാൽ അത് സഹറ, അത് ആഭിചാര്യമാണ്, മാരണം എന്നൊക്കെ പറയും. വമൻ സഹറ ഫഖദ് അശ്റക, ആരെങ്കിലും ആഭിചാരം നടത്തി കഴിഞ്ഞാൽ അവൻ ശിർക്ക് പ്രവർത്തിച്ചവനാണ്. ഇത്തരത്തിലുള്ള ഈ ഹദീസിന് മഹാനായ സുയൂത്തി ഇമാം വിശദീകരിക്കുന്നു. ഐമൻ തഅല്ലക ശൈഅൻ മിനത് തആവീദി വത്തമാഇമി വഅശ്ബാഹിഹാ മുതഖിദൻ അന്നഹാ തജ്ലിബു ഇലൈഹി നഫ്അൻ ഔ തദ്ഫഉ അൻഹു ദററ. ഉറുക്ക്, അതുപോലെ ഉലൂസ്, ഏലസ്, ഐക്കല്ല്, ഇപ്രകാരം വല്ല ആളുകളും അതുകൊണ്ട് എനിക്ക് വല്ല പ്രയോജനം കിട്ടുമെന്നോ അതല്ലെങ്കിൽ വല്ല ആപത്ത് മുസീബത്തുകൾ തട്ടി നീങ്ങിപ്പോകുമെന്നോ വിശ്വാസത്താൽ ഇപ്പണി ചെയ്താലാണ് മേൽപ്പറഞ്ഞ ആ സിഹ്ർ, ഷിർക്കൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ എന്താണ് നിങ്ങൾക്ക് മറുപടി പറയുവാനുള്ളത്? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ ഞാൻ മറുപടി പറയും. അപ്പൊ നമുക്ക് തലക്കെന്ന് തുടങ്ങാന്ന്. മോതിരക്കല്ലിന്റെ നിയമം എന്താ? മോതിരക്കല്ല് അത് തെറ്റില്ല, അത് അനുവദനീയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോതിരം ധരിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലത്തെ കൈയിന്റെ ചെറുവിരലിലായിരുന്നു മോതിരം ധരിക്കാറുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇടത്തെ കൈയിന്റെ ചെറുവിരലിൽ. അതുകൊണ്ട് മോതിരം ധരിക്കുന്നവരോട് പറയുന്നു, മോതിരം ധരിക്കൽ സുന്നത്തുള്ളത് വലത്തെ കൈയിന്റെ ചെറുവിരലിലാണ്, അല്ലെങ്കിൽ ഇടത്തെ കൈയിന്റെ ചെറുവിരലിലാണ്. അല്ലാത്ത വിരലുകളിൽ ഏതിലായാലും അത് കറാഹത്താണ്, അല്ലെങ്കിൽ അത് ചില പണ്ഡിതന്മാർ ഹറാമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ വിരലിലെ മോതിരം ധരിക്കാവൂ. ആ ധരിച്ച മോതിരത്തിൽ മോതിരക്കല്ല്, നമ്മൾ പല കല്ലുകളുണ്ടല്ലോ, ഫൈറൂസ് പോലത്തെ പല കല്ലുകളുണ്ട്, അങ്ങനെ പല കല്ലുകളുമുണ്ട്. അത്തരം കല്ലുകൾ അത് വെക്കാവുന്നതാണ്. റസൂലുള്ളാഹി തങ്ങളുടെയും സഹാബത്തിന്റെയും മഹാത്മാക്കളുടെയും ഒക്കെ കാലത്തുള്ള മോതിരത്തിന്മേൽ അപ്രകാരമുള്ള കല്ലുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഹദീസുകളിൽ കാണാൻ കഴിയുന്നു. അത് അനാചാരമല്ല, ബിദ്അത്തല്ല. രണ്ടെണ്ണം കഴിഞ്ഞു. ഇനി അതേ ചോദിച്ചത് മൂപ്പര്. മന്ത്രം, ഉറുക്ക്, ഏലസ് ഒന്നിച്ചാണ് പറയാം. മന്ത്രം, ഉറുക്ക്, ഏലസ് പിഞ്ഞാണം എഴുതി കുടിക്കൽ പോലത്തതാണ്. അതിൽ അവസാനത്തെ ഞാൻ ആദ്യം പറയാം. പിഞ്ഞാണം എഴുതി കുടിക്കുന്നതിനെ കുറിച്ച് ഫത്താവ ഇബ്നു തൈമിയ്യ, മറ്റു തെളിവൊന്നും ഞാൻ പറയുന്നില്ല. ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ്സാണ്. ഇയാളുടെ വചനം ശരിയല്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ ശരിയല്ല എന്ന് പറഞ്ഞതിന് സമാനമാണ് എന്നാ മുജാഹിദ് പറയുന്നത്. ആ ഫത്താവ ഇബ്നു തൈമിയ്യയിൽ പറയുന്നു, ഇതിന്റെ 100-ാമത്തെ പേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രോഗിയായ ആളുകൾക്ക് ബുദ്ധിമുട്ട്, വിഷമം, പ്രയാസം വന്നാൽ യജൂസു ലിൽ മർളാ വൽ മുസാബി, രോഗിക്കും മുസീബത്തെത്തിയ ആളുകൾക്കും അനുവദനീയമാണ് മിദാദിൻ മുബാഹിൻ, അനുവദനീയമായ മഷി കൊണ്ട് എഴുതുക. എവിടെ? ഫി സ്വഹീഫത്തിന്റെ ഒരു പേജിൽ അല്ലെങ്കിൽ ഒരു ബിനായിലെ ഒരു പാത്രത്തിലൊക്കെ വ്യക്തമായി എഴുതുക. എഴുതേണ്ടത് എന്താണ്? നല്ല എഴുതേണ്ടുന്ന ഖുർആനിക വചനങ്ങളുണ്ട്. ആ വചനങ്ങളൊക്കെ എഴുതിയിട്ട് അതിനെ അതിനെ മായ്ക്കുക, പിന്നെ കുടിക്കുക. ഇങ്ങനെ കുടിച്ചാൽ രോഗം സുഖമാകും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ സംഭവം
ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ തന്നെ തന്റെ മജ്മുഅത്തുൽ ഫതാവയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ പിഞ്ഞാണം എഴുത്തും ഐക്കല്ലും ഒക്കെ അതിലും പെട്ടു. ഇനി മന്ത്രം ഉറുക്ക് പോലത്തെ പരിപാടിയാണ്. അതിന് തെളിവുണ്ടോ? അബ്ദുല്ലാഹിബ്ൻ അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുന്നു, നബി അദ്ദേഹം അബ്ദുല്ലാഹിബ്ൻ ഉമറാണെന്നും അംറാണെന്നും രണ്ട് ഹദീസുകളും കാണാൻ കഴിയും. ഏതാവട്ടെ തന്റെ മക്കളിൽ നിന്ന് പ്രായപൂർത്തിയെത്തിയ ആളുകൾക്ക് അദ്ദേഹം അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ഹദീസ് എന്ന മന്ത്രവചനം പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. പ്രായപൂർത്തി എത്താത്ത ആളുകൾക്ക് മഹാനവറുകൾ അത് ഒരു കടലാസ് കഷ്ണത്തിൽ എഴുതിയിട്ട് അത് കെട്ടിത്തൂക്കി കുട്ടികളുടെ പ്രായപൂർത്തി എത്താത്ത ആളുകൾക്ക് അത് കഴുത്തിൽ കെട്ടിക്കൊടുത്തിരുന്നു എന്ന് അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്. മുസന്നഫ് ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചിട്ടുണ്ട്. മുസന്നഫ് ഇബ്നു അബ്ദുർ റസാഖ്, മുസന്നഫ് ഇബ്നു അബീ ശൈബ മറ്റു ഗ്രന്ഥങ്ങളിലും ഒക്കെ ഉദ്ധരിച്ചത് കാണാം. അപ്പൊ ഈ ഉറുക്കി എഴുതി കെട്ടുക എന്ന് പറഞ്ഞ പരിപാടി, അല്ലെങ്കിൽ ഐക്കല്ല് എഴുതി കെട്ടുക എന്ന് പറഞ്ഞ പരിപാടിക്കും കുഴപ്പമില്ല. പിന്നെ മന്ത്രാണ്. മന്ത്രത്തിന് കുഴപ്പമുണ്ടോ? മന്ത്രത്തിനും കുഴപ്പമില്ല. എന്തുകൊണ്ട്? അത് പുണ്യകർമ്മമാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹിന്റെ കാലത്ത് മഹാനവറുകൾ മന്ത്രിച്ചു, ഫാത്തിഹ ഓതി മന്ത്രിച്ചു. മന്ത്രിച്ചപ്പോ അതിന് പ്രതിഫലം കിട്ടിയത് 30 ആടുകളാണ്. ഒരു മന്ത്രത്തിന്റെ കൈമടക്ക നിങ്ങൾ കരുതിയ മാതിരിയല്ല. അതൊക്കെ ഇന്ന് പരിഷ്കരിക്കണം. സ്വഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞത് അങ്ങനെയാണ്. ഒരു മന്ത്രത്തിന് 30 ആട് കിട്ടിയതാ. റസൂലുള്ളാഹിനോട് അരികിൽ ചെന്ന് ചോദിച്ചു, നബിയെ, ഞങ്ങൾ ഇങ്ങനെ ഒരു സംഗതി ചെയ്തു, അതിന് 30 ആടുകൾ മന്ത്രിച്ചിട്ട് രോഗം സുഖാവും ചെയ്തു, കൂലി വാങ്ങിയിട്ടുണ്ട്, ഇത് വാങ്ങാൻ പറ്റുമോ? അപ്പൊ റസൂൽ ചോദിച്ചു, എന്തേ നിങ്ങൾ മന്ത്രിച്ചത് എന്ന് ചോദിച്ചു. ഞാൻ ഫാത്തിഹ ഓതിയിട്ടാ മന്ത്രിച്ചത്. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, നല്ല മന്ത്രമാണ്, ഒരു കുഴപ്പമില്ല. ഇഖ്തസിമൂ വദ്രിബൂ ലീ മഅഹും ബിസഹ്മിൻ. നിങ്ങൾ ആ കിട്ടിയ ആട് ഓഹരി വെച്ചോളൂ, എല്ലാവരും ഓഹരി വീതിച്ചെടുത്തോളൂ, ഒരു ഓഹരി എനിക്കും വേണം. ഖാല റസൂലുള്ളാഹി. മന്ത്രിച്ച് വാങ്ങുന്ന കാശ് വാങ്ങാൻ പറ്റുമെന്നതിന് റസൂല് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഹദീസിലായിരുന്നു തെളിവുണ്ട്. മുജാഹിദുകളോട് ചോദ്യം. എന്താ മുജാഹിദിനോട് ചോദ്യം? അവരോട് ചോദ്യം, മുജാഹിദിന്റെ മൗലവിയാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ പുസ്തകമാണ് MI മുഹമ്മദ് അലി സുല്ലമി എന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ പുസ്തകം. ഈ പുസ്തകത്തിന് ചോദ്യം. എന്താ ചോദ്യം? ഖുർആൻ കൊണ്ട് രോഗിയെ മന്ത്രിച്ചൂതുന്നതിന് കൂലി വാങ്ങാമോ? മന്ത്രിച്ചൂതാൻ കൂലി വാങ്ങാമോ? പ്രതിഫലമില്ലാതെ മന്ത്രിച്ചൂതാമോ? ഉത്തരം, ഖുർആൻ പാരായണം ചെയ്ത് രോഗിയെ മന്ത്രിക്കാമെന്ന് മാത്രമല്ല, അത് പുണ്യകർമ്മം കൂടിയാണ്. തന്റെ സഹോദരന് ഉപകാരം ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്യട്ടെ എന്ന് നബി പ്രസ്താവിച്ചിട്ടുണ്ട്. കൂലി വാങ്ങാതെ മന്ത്രിക്കുന്നതാണ് ഉത്തമം. കൂലി വാങ്ങാതെ മന്ത്രിക്കലാണ് ഉത്തമം. കൂലി ചോദിച്ചു വാങ്ങുന്നതിനും വിരോധമില്ല. സുന്നികൾ അങ്ങനെ ചെയ്യണില്ല, അല്ലെ? മന്ത്രിച്ചിട്ട് പൈസ എടുക്കാൻ, അല്ലാതെ എടുക്കാൻ പോണത് അദ്ദേഹം വിടൂല, ഞാൻ മന്ത്രിക്കുക എന്ന് സുന്നികൾ പറയണില്ല. മുജാഹിദ് പറഞ്ഞത് എന്താ? കൂലി ചോദിച്ചു വാങ്ങുന്നതിനും വിരോധമില്ല. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ച കാര്യമാണ്. നോക്കുങ്ങൾ, ഇത് മുജാഹിദിന്റെ പുസ്തകമാണ്. ആർക്കും വേണി സംശയമുള്ളവർക്കും നോക്കാം. ഇനി നിങ്ങൾക്കറിയണം, മുജാഹിദിന്റെ നവോത്ഥാന നായകൻ, മുജാഹിദ് ഇവിടെ ഉണ്ടാക്കിയത് വക്കം മൗലവി എന്ന് പറഞ്ഞ ഈ മൗലവിയ. ഇയാളെ കുറിച്ചുള്ള വക്കം മൗലവിയും നവോത്ഥാന നായകന്മാരും മുജാഹിദിന്റെ ബുക്ക. അയാൾ പറയുന്നു, വക്കം മൗലവിയുടെ ഒരു ദിവസം അയാൾ ഒരു ദിവസത്തെ വിശദീകരിക്കാം. കാലത്ത് 6:30 മണിയോടെ ശയ്യാമുറി തുറന്ന് മൗലവി പുറത്തു വരും. 6:30 മണിക്കാ മുമ്പ് പുറത്തിറങ്ങുള്ളൂ. അതുവരെ എന്താ പരിപാടി എന്നാവും, എന്തേലും ആയിക്കോട്ടെ. അപ്പോൾ സ്വദേശികളും അയൽദേശവാസികളുമായി നാനാജാതി മതസ്ഥർ ആബാലവൃദ്ധം വീട്ടിന് പുറത്ത് കാത്തു നിൽപ്പുണ്ടാകും. ഒരുപാട് ആളുകളുണ്ടാവും. ആരൊക്കെ? എലി, പൂച്ച, ചിലന്തി, പഴുതാര, പേപ്പട്ടി, പാമ്പ്, ഇവരൊക്കെ അങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടാവുന്നല്ല, അങ്ങനെ കരുതണ്ട. ഇതിലേതെങ്കിലും ഒന്ന് കടിച്ചിട്ടുള്ളവരായിരിക്കും ഈ ക്യൂ നിൽക്കുന്ന ആളുകളൊക്കെ. അവർക്കെല്ലാം ഗ്ലാസിൽ ശുദ്ധജലം ഓതിക്കൊടുക്കുക അതിരാവിലെയുള്ള ഒരു പ്രഭാത പരിപാടിയാണ്. വക്കം മൗലവി എന്ന് പറഞ്ഞ മുജാഹിദിന്റെ ടോപ്പ് സ്ഥാപകനാ. മൂപ്പര രാവിലത്തെ പരിപാടി എന്താ? ശിർക്കയില ബല ഭാഷയിൽ. എന്താ? ആൾക്കാരിങ്ങനെ പേപ്പട്ടി കടിച്ചവര്, പാമ്പ് കടിച്ചവര്, പഴുതാര കടിച്ചവരൊക്കെ ഉണ്ടാവും. ഓർക്കൊക്കെ ഒരു ഗ്ലാസ് വെള്ളം ആദ്യം തന്നെ ശിർക്കാണ് ചെയ്തു കൊടുക്കും. അതിലാണ് ഊതി കൊടുക്കും. വെള്ളത്തിൽ ഊതി മന്ത്രിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. KM മൗലവി അല്ല, വക്കം മൗലവി ഇവരുടെ സ്ഥാപക നേതാക്കളിൽപ്പെട്ടയാളാ. ഇവരുടെ ചര്യാന്ന് ഇവരെ കുറിച്ച് എഴുതിയ ഇവരുടെ പുസ്തകത്തിൽ പറഞ്ഞതാ. അപ്പൊ അത് ശിർക്കല്ല എന്ന് ഉറപ്പല്ലേ? പഴയകാല മൗലവിമാർക്കൊന്നും ശിർക്കല്ല, പിന്നെ എന്നേപ്പോ ഇത് ശിർക്കാകാൻ തുടങ്ങിയത്? എന്നാ നിങ്ങൾക്കറിയോ, മന്ത്രത്തെ കുറിച്ച് ഞാനൊന്ന് കാണിച്ചു തരാം. സ്ക്രീനിലുണ്ട്, അത് കേൾക്കേണ്ടതാണ്. അതായത് പഴയ കാലത്ത് മുജാഹിദ് മന്ത്രത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണെന്നറികള്? ശിർക്കാണ്, കുഫറാണ്. സക്കരിയ സലായിയുടെ ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം. നമ്മൾ രോഗം ചുമന്ന് മന്ത്രം ഇറങ്ങാണ്ട് ഇത് പഴയ കാലത്ത്. പറയട്ടെ സക്കരിയ, ഒന്ന് വെച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് വെച്ചു കൊടുത്ത ആളെ പ്രസംഗം കേൾപ്പിച്ചു. രോഗം വന്ന ഐക്കല്ല്, ഏലസ്, ഉറുക്ക്, മന്ത്രം, തന്ത്രം
ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റസൂൽ പഠിപ്പിച്ചത് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. തദാവൂ, നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ ലം യൻസിൽ ദാൻ ഇല്ലാ അൻസല ലഹു ദവാ. അല്ലാഹു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന് പ്രത്യൗഷധവും ഇറക്കിയിട്ടുണ്ട്. ആ ഔഷധം കണ്ടെത്തി ചികിത്സിച്ചാൽ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം രോഗം സുഖപ്പെടുന്നതാണ്. അതിന് പകരം ഇവരെന്താ ചെയ്യുന്നത്? ഒരു തങ്ങളെടുത്ത് പോകും, അവിടുന്ന് ഒരു നൂല് ഒന്ന് കെട്ട്, ഒരു കെട്ട്, എന്നിട്ടത് കയ്യിൽ കെട്ടും. അല്ലെ, ഐക്കല്ല് ഏലസ് ഉറുക്കെന്നൊക്കെ പറഞ്ഞ എന്താ ഇതിനകത്ത് ഉണ്ടാവുക? ഒരു കഷ്ട കടലാസ് എടുത്തിട്ട് കുട്ടികൾ ടൈം ടേബിളിന് വരയും പോലെ തെലങ്കും പലങ്കും വരയുക, അലിഫിലാമ് അലിഫുറാന്ന് എഴുതുക, എന്നിട്ട് ഹോമിയോപ്പതിക്കാരൻ ഗുളികപ്പൊലി മുറിച്ചതായി മടക്കുക, എന്നിട്ട് മെഴുകിൽ പൊതിഞ്ഞ തുണിയിലാക്കുക, എന്നിട്ട് നൂല് ചുറ്റുക. ഇതാണ് ഐക്കല്ല് ഏലസ്. അത് സ്വർണത്തിനുള്ളിലാക്കിയാലും വെള്ളിന്റെ ഉള്ളിലാക്കിയാലും കടലാസിനുള്ളിലാക്കിയാലും ഒക്കെ സാധനം ഇത് തന്നെയാണ്. കുഴിപ്പൊടിച്ചാലും അതന്നെ, വയറ്റുന്നോ കുടിച്ചാലും അതന്നെ, ഭർത്താവ് ഗൾഫിലുള്ളപ്പോ പ്രേമം പൊളിയാതിരിക്കാൻ കൊടുക്കണ ഐക്കല്ലും അതന്നെ, കാളമൂട്ടിന് പോകുന്ന പോത്തിന്റെ അരയിൽ കെട്ടണോ അതന്നെ, ഊർച്ചമരത്തുമ്പോ കയറുന്ന ഇരിക്കാലി പോത്തിന്റെ അരയിലും അതന്നെ. കണ്ട നിങ്ങള്? എന്നിട്ട് പറയാനാണ് ഞങ്ങള് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. കേട്ടിനങ്ങള് കാളമൂട്ടിനോടെ പോത്തിന്റെ അരയിൽ കെട്ടുക. അത്ര എന്താ ഈ പറയുന്നത്? ഒരു ജാതി കഥ. പോട്ടെ, ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല. അത് ഞാൻ പറയുന്നത് അപ്പോ മന്ത്രം കുന്ത്രം ഏലസ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ്. അതൊക്കെ ശരിയല്ല. അപ്പൊ ശുർക്കും കുഫ്റും. എന്താ മുജാഹിദുകൾ ഇപ്പൊ അവിടുന്നൊക്കെ മാറി. ഇപ്പൊ പുതിയ തൗഹീദല്ലേ. ആ പുതിയ തൗഹീദ് ഇപ്പൊ ജിന്നുകളോട് സഹായം തേടൽ ശിർക്കാണ്. പഴയ കാലത്ത് അമ്പിയാക്കളോട് ഔലിയാക്കളോട് മലായിക്കത്തുകളോടൊന്നും സഹായം ചോദിക്കാൻ പാടില്ല. അതൊക്കെ ശിർക്കാന്നാ. ഇപ്പൊ മുജാഹിദിന്റെ ലേറ്റസ്റ്റ് തൗഹീദ് എന്താന്ന് വെച്ചാല് ജിന്നുകളോട് സഹായം തേടാം. അത് ശിർക്കല്ല എന്നല്ല, ഏറ്റവും ലേറ്റസ്റ്റ് തൗഹീദ്. നിങ്ങൾ ചിന്തിക്കണം. ആ മുജാഹിദുകൾ ഇപ്പൊ തൗഹീദിൽ മാറ്റിയിട്ട് പറയുന്നു എന്താ? സക്കരിയ എന്നെ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. എന്താണെന്നറിയോ? ഒരു കുട്ടി കരയുടെ നേരത്ത് നമ്മളിങ്ങനെ കടയല്ലേ വേണ്ടത്, മന്ത്രിക്ക വേണ്ടത്. കേട്ടോളൂ, ആളെ കൊണ്ട് പറയിപ്പിച്ചുതരാം. നമുക്ക് നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ കരച്ചിലോ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു ചെറിയ കുട്ടി, എന്താണെന്ന് പറയാൻ വയ്യാത്ത കുട്ടി രാത്രി കരയാണെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നജസ്സൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കുട്ടിക്ക് ആയത്തുൽ കുർസി ഊതി തടവി കൊടുത്ത കുട്ടി അങ്ങോട്ട് ഉറങ്ങും. ഇതൊക്കെ ഇപ്പൊ ഖുറാഫാത്താ. ഖുറാഫാത്ത് ചോദിക്ക്, ഞങ്ങളോടല്ല ആഫീസിലേക്ക് ചോദിച്ചു നോക്ക് ഖുറാഫാത്താണോ. കണ്ടോ, പഴയ കാലത്ത് മൂപ്പര പറഞ്ഞു മന്ത്രം കുന്തരം കിന്തരം മേലസ് എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ചോദിക്കുക അതൊക്കെ ഖുറാഫാത്താണോ ചോദിക്കും. നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഓരോന്നോരോന്ന് മാറ്റിപ്പിക്കും ഇൻഷാ അല്ലാഹ്. കേട്ടോളൂ നിങ്ങൾ. കഴിഞ്ഞിട്ടില്ല, പറയട്ടെ അയാൾ. നബി പറഞ്ഞു, നിങ്ങൾക്കൊരു സ്ഥലത്ത് വേദനയുണ്ടെങ്കിൽ ആ വേദനയുള്ള സ്ഥലത്ത് നിങ്ങൾ കൈവെക്കുക, എന്നിട്ട് ബിസ്മില്ല എന്ന് 3 പ്രാവശ്യം പറയാ. എന്നിട്ട് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. കണ്ടോ, അല്ലാഹുവിന്റെ ഇസ്സത്തിൽ ഞാൻ അഭയം തേടുന്നു, അവന്റെ ഖുദ്റത്തിൽ ഞാൻ അഭയം തേടുന്നു. ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും വലുതായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്ന ഈ വേദനയിൽ നിന്നും ഇത് 7 പ്രാവശ്യം നിങ്ങൾ പറയണം. എന്നിട്ടും വേദന മാറിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും പറയണം. അപ്പൊ വേദനക്കുള്ള മന്ത്രമാണത്. ഒരു രോഗിയെ സന്ദർശിച്ചാൽ രോഗിയോട് നിങ്ങൾ സാരമില്ല സുഖമാകും എന്ന് പറയുന്നതോടൊപ്പം രോഗിക്ക് വേണ്ടി മന്ത്രിക്കണം, പ്രാർത്ഥിക്കണം. എന്താണ്? വെറും പ്രാർത്ഥനയല്ല, ഊതിക്കൊടുക്കലും തടവിക്കൊടുക്കലൊക്കെ അതിലുള്ളതാ, മന്ത്രത്തിലുള്ളതാ. അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. അല്ലാഹുവേ, ജനങ്ങളെ രക്ഷിതാവേ, നീ രോഗത്തിന് ശമനം നൽകണേ. ഒരു രോഗവും വിട്ടുകളയാത്ത ശമനം നിന്റേത് മാത്രമാണ്. ഇതാണ് ഇസ്ലാമിലെ മന്ത്രം. വേദനക്കുള്ള മന്ത്രമാണത് പറയിപ്പിക്കും ഞങ്ങള്. കഴിഞ്ഞില്ല. ഇനി വേറൊരു മൗലവി വന്നു, ഡോക്ടർ സുബൈർ. അയാള് ഭയങ്കര ജിന്ന് ഡോക്ടറാണ്. അപ്പൊ എല്ലാം കൂടി വിശദീകരിക്കാൻ സമയമില്ല. അയാൾ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. എന്താണെന്ന് അറിയും? അയാൾ പറയുന്നത് പിശാചിനെതിരിൽ ആയത്ത് എഴുതി കുടിച്ചൊരു കഥയാണ്. അയാളെന്നെ പറയട്ടെ. വെച്ചെടുക്ക് ഡോക്ടർ സുബൈർ പറയട്ടെ. ഉദാഹരണം, എന്റെ അടുത്ത് മതം മാറി വന്ന ചില ആളുകൾ വന്ന് പറഞ്ഞെന്ന് വെച്ചാല്, ഒരു സുഹൃത്ത് പറഞ്ഞത് പുള്ളി നമസ്കരിക്കാൻ നിന്നാൽ യേശുവിന്റെ രൂപം മുന്നിൽ വന്ന് നിൽക്കുന്നതാണ്. യേശുവിന്റെ രൂപം മുന്നിൽ വന്ന് നിൽക്കും, എത്ര കാണിച്ചാലും അത് പോവില്ല. എന്നിട്ട് അദ്ദേഹം എന്ത് വിചാരിച്ചു, എന്നാൽ ഞാൻ ഇത് പോകാൻ വേണ്ടിയിട്ട് അല്ലാഹൂന്ന് ഇങ്ങനെ വലിയ അക്ഷരത്തിൽ എഴുതിയത് മനസ്സിൽ കണ്ട് അതിന്റെ മുന്നിൽ നമസ്കരിക്കാന്ന് വിചാരിച്ചു. എന്നാലും ഇതെങ്ങനെ പോയിക്കണം, അപ്പോൾ ഇത് പോവില്ല. അങ്ങനെ ഇയാൾ എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഞാൻ മടക്കി വെച്ചു. വീണ്ടും അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, സാറ് എന്തായാലും പോകുന്നില്ല, അത് എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ മാർഗത്തിൽ അത് കളയാൻ പറ്റുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഖുർആൻ ഓതുകയും ഖുർആൻ ഓതിയ വെള്ളം അദ്ദേഹത്തിന്റെ മുഖത്ത് ഇങ്ങനെ തളിക്കുകയും ചെയ്തു. അപ്പൊ ഈ രൂപ പ്രത്യക്ഷമായി. പിന്നെ രൂപം വന്നിട്ടില്ല എന്നാണ്.
അപ്പൊ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ഇതെല്ലാം അപ്പൊ ഈ വഹാബി മൗലവി ഖുർആൻ ഓതിയിട്ട് ഖുർആനിൽ ഓതിയ വെള്ളം രോഗിയുടെ മുഖത്ത് തെളിച്ചപ്പോ പിശാജ് പിന്നെ വന്നില്ല. എങ്ങനെയുണ്ട്? ഇയാളൊക്കെ ചികിത്സിച്ചിട്ട് പിശാജ് വന്നിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഖലീൽ തങ്ങൾ പാപ്പാനെ ഉള്ളാൻ പാപ്പാനെ കണ്ടാലും പിശാജ് ഓടൂലേ, പിന്നെ അവിടെ നിൽക്കുവോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇതാണ് ഇവരാണ് ഇത് ശിർക്കും കുഫ്റുവാന്ന് പറഞ്ഞ ആൾക്കാർക്കൊത്ത പരിപാടി എന്താ? മന്ത്രിച്ച് ഊതിയിട്ട് വെള്ളത്തിൽ ഊതന്നിട്ട് തെളിക്കുക. നമ്മളെ സുന്നികളെ പഴയ പരിപാടി കുഫ്റും ശിർക്കും പറഞ്ഞ ആ പരിപാടി. നമ്മളെ മുജാഹിദ് ഇപ്പൊ എവിടെ എത്തി? ഞാൻ പറയാം, ഒന്നുകൂടി പറയാം. മുജാഹിദിന്റെ ഒരു നേതാവുണ്ട്, ഹാരിസ് ബിൻ സലീം. നിങ്ങളെ ഈ ഏരിയയിൽ കൂടെ കിടന്ന് അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരു മൗലവിയ. അയാൾ പറയുന്നത് കേൾക്കാം, കേട്ടോളൂ. മന്ത്രം നമുക്ക് അനിവാര്യമാണ്. 10-19 കൊല്ലം മുമ്പ് നമ്മളത് വേണ്ടാന്ന് പറഞ്ഞത് അബദ്ധമായി പോയി. ഇപ്പൊ നമ്മൾ ഹദീസ് പഠിച്ചപ്പോഴല്ലേ സംഗതി പിടുത്തം കിട്ടിയത്. കേട്ടോളൂ, ഞാൻ പറയിപ്പിച്ചേരാ, വെക്കട്ടെ അയാള്. ഹദീസിൽ വന്ന ഇസ്ലാമികമായ ചില മന്ത്രങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ഞാൻ ഹദീസ് സ്വീകാര്യമായ ഹദീസുകൾ മാത്രമേ ഇവിടെ ഉദ്ധരിക്കുള്ളൂ. അതിലൊരു കാര്യം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംശയിക്കാതിരിക്കാം, അത് 100% അതുപോലെ സ്വീകരിക്കാം. ഒരുപക്ഷെ ആളുകൾ ഇത് പറയുന്നവരെ പരിഹസിക്കും. ബുദ്ധി കൊണ്ട് മാത്രം ദീനിനെ മനസ്സിലാക്കിയ, ഹദീസുകളെ കുറിച്ച് പരിജ്ഞാനമില്ലാത്ത, ദീനെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലും അഗാധമായി വായിക്കാത്ത പഠിക്കാത്ത ആളുകൾ എന്താ പുതിയ കുറെ പരിപാടികൾ ഇവിടെ പറയണു എന്നൊരു പക്ഷെ ചിന്തിച്ചേക്കാം. ഹദീസുകളിലും പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സംശയമില്ലാതെ വിശ്വസിക്കാൻ സാധിക്കുന്നവർക്ക് എന്റെ ഈ സംസാരം ഉൾക്കൊള്ളാൻ കഴിയൂ എന്ന് പറയാനാണ് സത്യത്തിൽ ഇത്രയും നീണ്ട ഒരു മുഖവുര ഞാൻ ഇവിടെ പറയേണ്ടി വന്നത്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു മുഖവുര ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാനിത് സംസാരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് മന്ത്രമെന്ന് പറഞ്ഞാൽ? ഇസ്ലാമിലെ മന്ത്രങ്ങൾ എന്നാണ് വിഷയം. എന്താണ് മന്ത്രമെന്ന് പറഞ്ഞാൽ? മന്ത്രം അതാ ഏർപ്പാടന്നെ പാടില്ല എന്നാണ് നമ്മൾ പറയാ. കാരണം അതൊക്കെ 50-60 കൊല്ലം മുമ്പ് ഇവിടുത്തെ സുന്നികളും ഖുറാഫികളും നടത്തിയിരുന്ന പരിപാടി നമ്മളൊക്കെ ഒഴിവാക്കി പോയതല്ലേ. നിങ്ങളിപ്പോ എന്താണ് അതിനെ തിരിച്ചു കൊണ്ടുവരികയാണോ പുതിയതായിട്ട് എന്നായിരിക്കും ഒരു പക്ഷേ ഈ നോട്ടീസ് കണ്ടപ്പോൾ ഒറ്റപ്പെട്ട ആളുകളെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഉറപ്പല്ലേ? ചിന്തിക്കുവേ, ഒറ്റപ്പെട്ടല്ല, എല്ലാവരും ചിന്തിക്കും. അങ്ങനെ തന്നെയാണ്. കാരണം അന്നൊക്കെ സുന്നികൾ ഇത് ചെയ്യുമ്പോൾ അത് ശിർക്കായിരുന്നു, കുഫറായിരുന്നു. ഇപ്പൊ മുജാഹിദുകൾക്ക് അത് തൗഹീദാണ്. സുന്നി പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം മനസ്സിലാകണമെങ്കിൽ 75 കൊല്ലം 50 കൊല്ലത്തിലേറെ കാലം മുജാഹിദുകൾ കാത്തിരിക്കേണ്ടി വന്നു. അപ്പൊ അവർക്ക് തിരിഞ്ഞു. ഹദീസുകളൊക്കെ പരതിയപ്പോ സംഗതി ഇങ്ങനെ തന്നെയാണ് ഉള്ളത്. മന്ത്രം അനുവദനീയം തന്നെയാണ്. അത് ഒരു എന്നല്ല, അത് പ്രമാണമുണ്ട് എന്ന് മനസ്സിലായി. അയാൾ തന്നെ പറയുന്നുണ്ട് ബാക്കി. അപ്പൊ ഇത് എല്ലാം കൂടി വെക്കാൻ സമയമില്ല. അപ്പൊ മുജാഹിദ് മൗലവിമാർ തന്നെ ഇപ്പൊ മന്ത്രം അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മന്ത്രം ഇസ്ലാമികമാണ്, ഹദീസിൽ വന്നതാണ്, സുന്നികൾ ചെയ്യുന്നതാണ്, പൂർവികർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അത് ഞങ്ങളെ കയ്യിലേക്ക് പോക്കറ്റിലേക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അത് ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന മുജാഹിദാണ് ഫത്വ കൊടുത്തത്, ഞങ്ങളല്ല. പിന്നെ അയാൾ വായിച്ച 1-2 ഹദീസിന്റെ മന്ത്രം കെട്ടിയ സിഹ്ർ ചെയ്തു, സിഹ്ർ ചെയ്ത ആള് ശിർക്ക് ചെയ്തു, അതുപോലെ മറ്റേ കെട്ടുകെട്ടിയ അങ്ങനെയാണ്. അതൊക്കെ ഹദീസിലുള്ളത് തന്നെയാണ്. അതൊക്കെ ഞാൻ പറയണ്ട. അതിനൊക്കെ മറുപടി ഈ മുജാഹിദിന്റെ പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നു. ആ മന്ത്രമൊക്കെ ശിർക്കിന്റെ മന്ത്രത്തെ കുറിച്ചാണ്. മുസ്ലിമീങ്ങൾ ഖുർആനും സുന്നത്തും ഹദീസും അസ്മാഉൽ ഹുസ്നയൊക്കെ അങ്ങനെയുള്ള സംഗതികളൊക്കെ ചൊല്ലി പറഞ്ഞിട്ടുള്ള മന്ത്രത്തെ കുറിച്ചല്ലേ അല്ല. ശിർക്കിന്റെ ആളുകൾ ശിർക്കിന്റെ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്ന ശിർക്ക് മന്ത്രങ്ങളുണ്ട്. നമുക്കറിയാം, പൂജാരികളും അതുപോലെ ഹിന്ദുവിന്റെ ആളുകളും ഒക്കെ അവർ ചെയ്യുന്ന അത്തരം ശിർക്കൻ മന്ത്രവും വിശ്വാസം അത് പാടില്ല, അത് തെറ്റാണ്, അത് ഹറാമാണ്, അത് പലപ്പോഴും കുഫറിലേക്ക് പോകുന്നതാണ്. അതിന് തർക്കമില്ല. നമ്മളെ ചർച്ച അതല്ല. പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, ഉലമാക്കൾ അവരൊക്കെ ചെയ്യുന്ന മന്ത്രത്തെ കുറിച്ചാണ്. അത് അനുവദനീയവുമാണ്. ഇവിടെ സമർത്ഥമായി 2-3 തെറ്റിദ്ധരിപ്പിക്കൽ വളരെ വിദഗ്ധമായി ചെയ്തിട്ടുണ്ട്. ആദ്യമായി കൊണ്ട് സക്കരിയ സ്വലാഹിയുടെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നടന്നിട്ടുണ്ട്. അതുപോലെ തെറ്റിദ്ധരിപ്പിക്കൽ തന്നെയാണ്, ഞാൻ തെറ്റിദ്ധരിപ്പിച്ചല്ല. ഞങ്ങൾ വായിച്ച ഹദീസ് എന്റെ സുഹൃത്ത് വായിച്ചു. ഇവിടെ നസായിൽ നിന്നുള്ള ഹദീസാണ് വായിച്ചത്. ആ ഹദീസിൽ ഊതി കെട്ടുക, കെട്ടിട്ട് കെട്ടുക, കല്ലിൽ ഊതി കെട്ടുക, അതിനെ പറഞ്ഞു. മന്ത്രിച്ചു ഊതുന്നത് കെട്ടുന്നതിനെ കുറിച്ചല്ല ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. അവിടെ സക്കരിയ സ്വലാഹി വിശദീകരിച്ചത്
ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ച് നൂല് കെട്ടി കഴുത്തിൽ മുറുക്കാന്നല്ല പറഞ്ഞത്, മറിച്ച് ഊതുക എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു സമർത്ഥമായ തെറ്റിദ്ധരിപ്പിക്കൽ നടന്നു. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് ഊതി കെട്ടുക, കല്ലിൽ ഊതി അത് ഉപകാരം കിട്ടുമെന്ന ഉദ്ദേശത്തോട് കെട്ടുക. അതാണ് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ വിശദീകരണത്തിൽ, ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇമാം സുയൂത്തിക്ക് തെറ്റുപറ്റിയ അല്ല പ്രശ്നമുള്ളത്. അപ്പൊ ഊതി കെട്ടുന്നതിനാ, ഊതിനു കുഴപ്പമില്ല, ഏത് മന്ത്രിക്കിടിന് കുഴപ്പമില്ല, കെട്ടിനും കുഴപ്പമില്ല, പിന്നെ എന്തിനാ കുഴപ്പമുള്ളത്? ഊതിയിട്ട് കെട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലേ നല്ല ചോദ്യം. ആണെങ്കിൽ ആണെന്നാലും അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. ആണ്. അപ്പം ഊതാൻ പറ്റുമോ? ഇതാണ് ഇപ്പൊ അവരുടെ ചോദ്യം. ഓതിയിട്ട് വ്യക്തിയെ ഓതുന്നതിന് കുഴപ്പമില്ല. അതിനല്ല ഇവിടെ പറഞ്ഞത്. ഇയാളെ മൗലവി അല്ലേ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? ഈ ഡോക്ടർ സുബൈർ മൗലവി പറഞ്ഞ എന്താ? ഞാൻ ഓതിയിട്ട് ഊതുന്നു. ഏതിലേക്ക്? വെള്ളത്തിലേക്ക് ഊതുന്നു. ഊതിയിട്ട് അത് തെളിക്കുന്നു അല്ലേ? അതിന് ഏതാ ഹദീസാണുള്ളത്? അതെങ്ങനെയാ തൗഹീദാകുന്നത്? നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. പിന്നെ അത് ഊതിയിട്ട് എങ്ങനെ കെട്ടുന്നത്? അതിനാ ഞാൻ നേരത്തെ തെളിവ് പറഞ്ഞു. നിങ്ങൾ അത് ശ്രദ്ധിക്കണില്ല. അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ കുട്ടികളുടെയൊക്കെ കയ്യിൽ, മുസന്നഫ് ഇബ്നു അബീ ശൈബയിൽ അബ്ദുർ റസാഖിലും കാണാം, റഅയ്തു ഫീ അഉദി ഉബൈദില്ലാഹി ബിൻ അബ്ദുല്ലാഹി ബിൻ ഉമർ എന്ന ഇബ്നു ഉമറിന്റെ മകനായ ഉബൈദുല്ലാഹിയുടെ കയ്യിലായിരുന്നു ഇതേമാതിരി ഏലസ് കെട്ടിയിട്ട് നമ്മളീ കെട്ടിന കെട്ട്. മനസ്സിലായോ? അത് ശിർക്കാണെങ്കിൽ മുത്തബിഉസുന്നയായ അബ്ദുല്ലാഹിബിൻ ഉമർ ഈ ശിർക്ക് ചെയ്യിപ്പിക്കോ കുട്ടികളെ കൊണ്ട്? അപ്പൊ പൂർവിക മുസ്ലിമീങ്ങൾ ചെയ്തതാണ്. നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ശിർക്കാണെന്ന് പറയാന്നല്ലാതെ ഹദീസിലൊന്നും അങ്ങനെ ഒരു ശിർക്ക് പഠിപ്പിച്ചിട്ടില്ല. ഊതുന്നതിന് കുഴപ്പമില്ല, കെട്ടുന്നതിന് കുഴപ്പമില്ല, മന്ത്രിക്കുന്നതിന് കുഴപ്പമില്ല, അത് കുടിക്കുന്നതിന് കുഴപ്പമില്ല, ഒരു കുഴപ്പവും ഒന്നിനുമില്ല. പക്ഷെ ശിർക്കിന്റെ വചനങ്ങൾ, ശിർക്കിന്റെ ആളുകൾ അവരുടെ മന്ത്രവും ഉച്ചാടനവും മന്ത്രനൂലും ഇറക്കൊന്നും പാടില്ല. അതിലാർക്കും തർക്കമില്ല. അത് മുസ്ലിംകൾ എല്ലാവരും അത് അംഗീകരിച്ചു വരുന്ന കാര്യവും ആകുന്നു. അപ്പോ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മൻ തഅല്ലക ശൈഅൻ മിനത് തആവീദി, ഉറുക്ക് എന്നാണ് അതിനർത്ഥം. തആവീദ് പറഞ്ഞാലേ തമാഇമി എന്ന് പറഞ്ഞ ഏലസ്, ഇതൊക്കെ ശിർക്ക് കൊണ്ട് കെട്ടിയാലേ ഹറാമോ അല്ല ശിർക്കാവുള്ളൂ എന്ന് ഇമാം സുയൂത്തി പറഞ്ഞിട്ടില്ല. ഈ വിശദീകരണത്തിന്റെ, ഈ ഹദീസിന്റെ വിശദീകരണം പറഞ്ഞേ അത് എവിടെയും ശിർക്കാണ്, ശിർക്കിയായ കെട്ടലും ഉറുക്കാണ്. നിങ്ങൾ പറയണ്ട, എനിക്ക് ഞാൻ മറുപടി പറയാം. മൻ അല്ലക തമീമത്തൻ എന്നല്ല, ഏതെങ്കിലും ഒരു ഏലസ് കെട്ടി അല്ലെങ്കിൽ ഉറുക്ക് കെട്ടി അവൻ കാഫറായി ശിർക്ക് ചെയ്തു എന്നല്ല പറഞ്ഞത്. അത്തമായിമ്, അത്താവീദ്, അലിഫിലാമുള്ള താവീദും തമായിമാണ്. അത് അലിഫിലാമ് അഹദിന്റെ അലിഫിലാമ്. നിങ്ങൾക്ക് എന്താ അഹദിന്റെ അലിഫിലാമില്ലേ? അത് തിരികെ പിന്നെ ആള് മുജാഹിദാവൂ. അപ്പൊ ഇരിക്കട്ടെ, അത് അഹദിന്റെ അലിഫിലാമാണ്. അത്തമായിമ് അത്താവീദാണ്. ആ പറയപ്പെട്ട ഷിർക്കിന്റെ, കുഫറിന്റെ താവീദ് തമായിമിനെ കുറിച്ചാണ് പറയുന്നത്. അത് പാടില്ല എന്നാണ്. എന്തുകൊണ്ട്? ഇതേ ഹാഫിദ് ജലാലുദ്ദീൻ സയൂത്തി റഹിമഹുല്ല തന്റെ ഹാവീറുൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ ഇവിടെ ഗ്രന്ഥപരമുണ്ട്. അതിൽ പറഞ്ഞത് കാണും, മന്ത്രവും മേലസും അത് തെളിയിച്ചുകൊണ്ട് അതിന് ഗ്രന്ഥം എഴുതിയ ആളാണ്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞത് ഷിർക്കിന്റേതാണ്, പാടുണ്ട്, അനുവദനീയമാണ് എന്ന് പറഞ്ഞത് ഖുർആൻ, സുന്നത്ത്, അസ്മാഇന്റെ ആ പരിപാടികളെ കുറിച്ചും ആണ് എന്ന് മനസ്സിലാക്കണം. കേരളത്തിലെ മുസ്ലിയാക്കന്മാരുടെ കീശ പൊരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ മാലയും മൗലിതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടോ അത് വായിച്ച ഏതൊരാൾക്കും ബോധ്യപ്പെടും. ചോദ്യം ചോദിക്കണം മുമ്പ് നിങ്ങൾ ആമുഖത്തെ കുറിച്ച് ഞാൻ ക്രൂശിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അല്ല, ചോദ്യം കഴിഞ്ഞിട്ടില്ല. ചോദിച്ചോളൂ. ഞാൻ ആദ്യം തന്നെയാണ് പറയാനുള്ളത്. എനിക്ക് അത് പറയുമ്പോഴേക്ക് അതിന് മറുപടി വരികയാണ്. അതിന് പിടിച്ചേക്കണ്ട. കേരളത്തിലെ മുസ്ലിയാക്കന്മാരുടെ കീശ വീർപ്പിക്കാനാണ് മാലിം മൗലിദ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാ മുജാഹിദ് സാധാരണ പറയുന്ന അപരാധാണ്. സഹോദരന്മാരെ, ഈ മാലിം മൗലിദും കുതുബിയത്തും റാത്തീബും ഒക്കെ ശിർക്കാണ്, കുഫറാണ് എന്ന് പറയല് മുജാഹിദുകളാണ്. ഇത് പറയുന്ന മുജാഹിദുകളാണ് ഇത് ലോഡ് കണക്കിന് അച്ചടിച്ച് വിടുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ആരൊക്കെയുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോളി. തിരൂരങ്ങാടി CH പ്രസ്, ആമിറുൽ ഇസ്ലാം പ്രസ്, അൽ മുർഷിദ് പ്രസ് എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, വഹാബികളുടെ പ്രസ്സാണ്. അവിടങ്ങളിൽ ചെമ്മാട്, തിരൂരങ്ങാടി ഭാഗങ്ങളിൽ വഹാബി പ്രചരണത്തിനും പ്രബോധനത്തിനും പണം ചെലവഴിക്കുന്നത് ഇവരാണ്. ഇത് ഏതാ പണം? ഈ ശിർക്കും കുഫറും മുജാഹിദ് പറയുന്ന മാലിം മൗലൂദും കുതുബിയത്തും റാത്തീബും അച്ചടിച്ച് കിട്ടുന്ന പണമാണ് ബലി വീർപ്പിച്ച് കുമ്പ വീർപ്പിച്ച് നടക്കുന്നത്. എന്നിട്ട് അവരാ നമ്മളെ മേക്കറ്റുകാരൻ. നിങ്ങൾ ചിന്തിക്കണം. ഈ മുജാഹിദുകൾക്ക് ഞാൻ ഇവിടെല്ല, സക്കരിയ സലാഹി ഉൾപ്പെടെയുള്ള സർവ്വ മൗലവിമാരും വെല്ലുവിളിച്ചതാ. ഈ ഞങ്ങളോട് പറയുന്നത് പോലെ ഈ കാഹളം തിരൂരങ്ങാടി ടൗണിൽ ചെന്ന് CH പ്രസിലേക്ക് വെച്ചുകൊണ്ട്, കാഹളം വെച്ചുകൊണ്ട് ഇത് കുഫറാണ്, ശിർക്കാണ്, അച്ചടിക്കരുതേ, പാടില്ലേ എന്ന് പറയാൻ ധൈര്യം കാണിക്കോന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ട് എത്ര കാലായി.
അവരാ വായിക്ക് അടുക്കുവോ? പിന്നല്ലേ പ്രസംഗിക്കല് പറഞ്ഞോക്ക് അപ്പൊ കാണാം. ഭൂമിയിൽ, കേരള ഭൂമിയിൽ പിന്നെ വിലാസം ഉണ്ടാവൂല. അപ്പൊ ഇത് പറയാൻ, പുറത്തു വന്ന് പറയാൻ നല്ല ചുരുക്കാണ്, കുഫറാണ്. ഇപ്പുറത്തത് അങ്ങനെ അച്ചടിച്ച് വരിക. നാളെ നിങ്ങൾക്കറിയോ, ഒരു കുത്തുബിയത്തിൽ ഞാനൊരു കുട്ടിനെ വിട്ടു, ഒരു കുത്തുബിയത്തിന്റെ 10 ഏട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ വിട്ടപ്പോ പറഞ്ഞു 2.5 ഉറുപ്പിയാണ് ഒരു കുത്തുബിയത്തിന്റെ ഏടിന് പറഞ്ഞു. അല്ല, ഇതേതായാലും കുത്തുബിയത്തല്ലേ, അപ്പൊ ഒരു 2 ഉറുപ്പിയൊക്കെ ഒരു ഡസൻ, ഒരു 10 20 ഒന്നിച്ചാവുമ്പോ പൈസ 50 പൈസ കുറക്കൂടെ ചോദിച്ചു. 5 പൈസയും കുറക്കൂല. ഷിർക്കിന് ഭയങ്കര മാന്യമായ വിലയാണ് എന്നാ പറഞ്ഞത്. ലോഡ് കണക്കിന് കയറ്റി വിടുകയാണ് കുത്തുബിയത്ത്. എന്നിട്ട് അവരാ നമ്മളെ മേക്കട്ട് കയറേണ്ടത്. ഇത് നമ്മളെ കീശ വീർപ്പിക്കാനാണ്. പച്ച നോണ പറയാ ഉളുപ്പില്ലാതെ. ഇത് ഷിർക്കാണെങ്കിൽ ആദ്യം ആണത്തം കാണിക്കേണ്ടത് ആ പരിപാടി നിർത്തല. അച്ചടിക്കലോ മുജാഹിദ് അച്ചടിക്കൽ തീർക്കണം. അത് ഞങ്ങൾ അച്ചടിച്ചോളാം. ഷിർക്കും കുഫറും ഞങ്ങൾ തീരുമാനിച്ചോളാം. ചെല്ലുന്ന ആൾക്കാർ സുന്നികളാണോ, സുന്നികൾക്ക് വേണ്ടി സുന്നികൾ അച്ചടിച്ചോളാം. അപ്പൊ അതുകൊണ്ട് ആ പറയുന്നത് തന്നെ കടുത്ത അപരാധാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചോദിച്ചോളി. മാലിം മൗലൂദിലുള്ള തകരാറെന്താ വെച്ചാൽ അത് പറഞ്ഞോളി. ഒരു പ്രസ്സില് അടിച്ചടക്കണ ബുക്കൊക്കെ പ്രസ്സാരം അംഗീകരിച്ചോണ്ടോ നിങ്ങളുടെ ഉറപ്പല്ലേ ഷിർക്കും കുഫറും ആണെങ്കിൽ? ഞാൻ പറയട്ടെ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, നിങ്ങളുടെ വാരികയോ നിങ്ങളുടെ ലേഖനങ്ങളോ വായിച്ച കാണാല് ഇതിന് ഞങ്ങൾക്ക് യാതൊരുമായി ബന്ധമില്ല എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഒരു പ്രസ് ഇപ്പൊ എന്തൊക്കെ അടിച്ചിറക്കും. പക്ഷെ എന്റെ ക്വസ്റ്റ്യൻ അതല്ല. എന്റെ ക്വസ്റ്റ്യൻ അതാണ്. നിങ്ങളെ ക്വസ്റ്റ്യൻ അതല്ല, എന്റെ ക്വസ്റ്റ്യൻ അതാണ്. അത് ഷിർക്കും കുഫറും ആണെന്നും അതുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കുന്നത് സുന്നികളാണെന്നും അപ്പൊ നിങ്ങൾ പറഞ്ഞത് അത് നുണയാണെന്നാ ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ തന്നെയാണ്. മുജാഹിദുകളാതുകൊണ്ട് കാശുണ്ടാക്കണത്. കുംഭ വീർപ്പിക്കുകയാണ്, കീശ വീർപ്പിക്കുകയാണ്. അതിന് കിട്ടണ ഷിർക്കും കുഫറും ഒന്നാകെ അടിച്ച് കയറ്റി ലോഡ് കണക്കിന് കുത്തുബിയത്തിന്റെ ഏട്ട് കയറ്റി വിട്ടിട്ട് ആ പണം കൊണ്ടാണ് നിങ്ങൾ വഹാബിസ് ഉണ്ടാക്കണത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു അച്ചടിക്കുന്നതൊക്കെ ഞങ്ങൾ അറിയോ? അച്ചടിക്കുന്നതൊക്കെ ഞങ്ങൾ അറിയും ഉറപ്പന്നെ. ഷിർക്കും കുഫറും വിറ്റ് ഞങ്ങൾ കാശുണ്ടാക്കൂല. അച്ചടി പെശകളിൽ എല്ലാ പത്രത്തിലും ഉണ്ടാവും, എല്ലാ പ്രസ്സിലും ഉണ്ടാവും. അതിനെപ്പറ്റിയല്ല. മാലിം മൗലൂദ് ഒന്നാകെ ഷിർക്കും കുഫറും എന്നല്ലേ പറഞ്ഞത്. ഇത് നിങ്ങൾ അറിഞ്ഞില്ലാന്നോ? നല്ല തമാശയുള്ളൂ. 19 കൊല്ലായി ഈ ഷിർക്ക് കയറ്റി അയക്കാൻ തുടങ്ങിയിട്ട് 50 60 70 കൊല്ലായി. എന്നിട്ട് ഇതുവരെ മുജാഹിദ് അറിഞ്ഞിട്ടില്ലാന്നോ? ഞങ്ങളൊന്ന് പോയി അറിയിച്ചു കൊടുത്തല്ലേ ഇതൊക്കെ ഷിർക്കാണ്, ഇതൊക്കെ കുഫറാണ്, ഇത് നമുക്ക് പറ്റൂലാന്നൊന്ന് മുജാഹിദിന്റെ നേതാക്കളോട് പറഞ്ഞ് അറിയിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുക. ഇരിക്കട്ടെ, നിങ്ങൾ ചോദിച്ചത് എന്താണെങ്കിൽ പറയും. എന്റെ ക്വസ്റ്റ്യൻ മാലയും മൗലൂദൊക്കെ വൈരുദ്ധ്യമാണ്. സംഗതി തന്നെയാണത്, പറഞ്ഞ ആവശ്യമില്ലല്ലോ. ഉറപ്പല്ലേ? കേട്ടോളി. മുഹദ്ദീമാലയില് എന്താണ്? വല്ലാവിധത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായുകൂട ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ. അത് ചെല്ലാൻ പാടില്ല ശരിക്ക്. പക്ഷേ അപ്പോ വായുകൂട ഉത്തരം ചെയ്യും ഞാൻ എന്നവർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെല്ലിയതാണ്. തീർച്ചയായിട്ടും. അപ്പോ വായു കൂടാതെ ഉത്തരം ചെയ്യോത്ര. അപ്പൊ വായു കൂടാതെ ഉത്തരം ചെയ്യും. ഇനി ടിവിയിൽ നോക്കിയാല് എങ്ങനെ ഉണ്ടാവും? ആരെങ്കിലും ഒരാള് എന്നെ വിളിച്ചാൽ ഞാൻ 1000 തവണ എന്നെ വിളിക്കണം എന്ന് പറയണം. അതും ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എന്നെ വിളിക്കണം 1000 തവണ വിളിച്ചാലെന്ന്. അപ്പൊ മാലയിൽ എങ്ങനെയുള്ളത്? വായ കൂട്ടുന്നതിന്റെ മുന്നിൽ തന്നെ ഉത്തരം ചെയ്യും. ഇവിടെ എങ്ങനെയുള്ളത്? 1000 തവണ. എന്താ ഉസ്താദ് ഇങ്ങനെയൊക്കെ വൈരുദ്ധ്യങ്ങൾ തുടങ്ങിയിട്ട് അത് വളരെ ക്ലിയർ ആണല്ലോ. മാലി മൗലൂദിൽ ഒരു കുഴപ്പമില്ല. മുജാഹിദിന് വൈരുദ്ധ്യാണ് എന്ന് തോന്നുന്നതാണ് പ്രശ്നം. വിവരമില്ലാത്തത് കൊണ്ടാണ്. ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞങ്ങളെ മാലയും മൗലൂദിനെയും കുറിച്ച് മുജാഹിദുകൾ ഇതുപോലെ നുണ ഒരുപാട് പറയുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കാണിച്ചു തരും. ഇപ്പൊ ചോദിച്ചതിന് മറുപടി പറയാം. ചോദ്യം എന്താ? വല്ലേ നിലത്തുന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. വല്ല സ്ഥലത്തുനിന്നും ഞാൻ എന്നെ വിളിക്കുന്നവർക്ക് ഞാൻ ഉത്തരം ചെയ്യും. എന്താണ് അതിന്റെ അർത്ഥം? വായ് കൂടാ ഉത്തരം ചെയ്യും. വായ് തന്നെ വായ് കൂടാതെ തന്നെ ഞാൻ ഉത്തരം ചെയ്യും എന്നാ പറഞ്ഞത്. വായന്റെ ആവശ്യം എനിക്കില്ല, ഇല്ലാതെ തന്നെ ഞാൻ ഉത്തരം ചെയ്യും. അതേ അവസരത്തിൽ അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സ്വർമൽ ലിഗഫവതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഈയദ്ദീനി യാ മുഈയദ്ദീനി യാ മുഈയദ്ദീനി യാ മുഈയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി.
ഇതാണ് ഇപ്പൊ പറഞ്ഞത്. മൂപ്പർക്ക് അറബി അത്ര യേശൂല തോന്നുന്നുണ്ട്. അത് മൂപ്പര് മലയാളമുള്ള പറഞ്ഞത്, കുറ്റപ്പെടുത്തല്ല. ഇത് കുത്തുബിയത്തിലാണ്, റാത്തീബിലല്ല. അതൊക്കെ ഒന്ന് പഠിച്ചു വരണം, എന്തെങ്കിലും പറയരുത്. ഇത് കുത്തുബിയത്തിലാണ് ഈ വരിയുള്ളത്. നിങ്ങളെ മറ്റതിന് ഇതാ മൂപ്പര് പറഞ്ഞത്. ഏതാ ഈ മറ്റേത് ചോദിച്ചു നോക്കുമ്പോ പുറത്ത് അർത്ഥം വിടുക. അപ്പൊ ഏതായാലും ഇത് കുത്തുബിയത്തിലാണ്, മറ്റത് മാലയിലുമാണ്. മാലയിലുള്ളത് എന്താണ്? എന്നെ വിളിപ്പോർക്ക് ബായ് കൂടാ ഉത്തരം ചെയ്യും. രണ്ടർത്ഥം ഉണ്ടതിന്. ഒരർത്ഥാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, വായന്റെ ആവശ്യമില്ലാതെ ഉത്തരം ചെയ്യുന്ന, അതാണ് അതിന്റെ ഒരു മാന. വേറൊരർത്ഥം ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ തന്നെ ഞാൻ പറയാം, ബായ് കൂടാതെ ഉത്തരം ചെയ്യും. ബായ് കൂടും മുമ്പ് ഉത്തരം ചെയ്യും, വായ കൂടുന്നതിന്റെ മുമ്പ് തന്നെ ഉത്തരം ചെയ്യുന്നതാണ്. അപ്പോ മൂപ്പര് മനസ്സിലാക്കിയത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അത് ഞാൻ തിരുത്തുന്നില്ല. അങ്ങനെ തന്നെയാണ് ഒരു സ്ഥലത്ത് അങ്ങനെ പറയുന്നു, വേറൊരു സ്ഥലത്ത് പറഞ്ഞു 1000 തവണ വിളിച്ചാലാണ് ഉത്തരം ചെയ്യുന്നത്. ഇത് തമ്മിൽ വൈരുദ്ധ്യല്ലേ? വൈരുദ്ധ്യമില്ല. അതൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചുമാണ്. നമുക്കറിയില്ലേ, നമ്മളെ പെരിന്തൽമണ്ണയിലുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിലെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടറുടെ പേര് ഞാൻ പറയുന്നില്ല. ആ ഡോക്ടറെ ഒന്ന് കാണണമെങ്കിൽ 2-2.5 മാസം മുമ്പ് ബുക്ക് ചെയ്തെങ്കിലേ അയാളെ കാണാൻ കഴിയുള്ളൂ. അതിന്റെ മുമ്പാണ്ട് അടുക്കേ വേണ്ട, ഒരു പ്രശ്നമില്ല. ഒരു ഫുള്ളാണ്, എൻഗേജാണ് ഭയങ്കരമായിട്ട്. 2.5 മാസം കഴിഞ്ഞിട്ട് നമുക്ക് മാർച്ച് 1-ാം തീയതി അല്ലെങ്കിൽ ഫെബ്രുവരി 26-ാം തീയതി മാത്രമേ മൂപ്പരെ കാണുള്ളൂ. അതിന് മുമ്പ് ഒഴിവില്ല. സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും അപകടകരമായ ഗുരുതരായ അവസ്ഥ. നമ്മളെ വെട്ടത്തൂർ അങ്ങാടിയിൽ ഒരു ആക്സിഡന്റ് നടന്നു, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ ആക്സിഡന്റ് നടന്ന ഉടനെ നമ്മൾ ആംബുലൻസും വിളിച്ച് പോവാണ്. ഈ ഡോക്ടറെയും കൊണ്ട്, ഈ രോഗിയെയും കൊണ്ട് ഈ ഡോക്ടർ അരികിലേക്ക് പോവാണ്. ഈ ഡോക്ടർ അരികിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. ചെന്നിട്ട് ഡോക്ടറെ കാല് മുറിഞ്ഞ് കൈ മുറിഞ്ഞ് വേഗം നോക്കണം, അല്ലെങ്കിൽ കഥ കഴിയും ഡോക്ടറെ, അതുകൊണ്ട് വേഗം നോക്കണേ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയാണ് 2.5 മാസം കഴിഞ്ഞിട്ട് പോവാന്ന് പറയോ? പറയില്ല. അതിൽ പറയുമ്പോഴേക്ക് വായുകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ എന്നാ വേണ്ട കടത്തിങ്ങോട്ട് വെക്കി മാറൂടി പൊളിച്ചൂടി വീറൂടി പൊളിച്ചൂടി. ഇത് ഏതാ ഡോക്ടർ? 2.5 മാസം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഡോക്ടറാ. കണ്ടോ നിങ്ങൾ? വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് വായുകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. അപ്പൊ വിഷയത്തിന്റെ താല്പര്യം അനുസരിച്ച് വിഷയങ്ങൾ അങ്ങോട്ടാവും ഇങ്ങോട്ടാകും, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അതുപോലെയാണ് മൊയ്തീൻ ശൈഖും പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഉത്തരം ചെയ്യണമെങ്കിൽ തന്നെ 1000 തവണ വിളിക്കണം എന്നില്ല. ഒരു തവണ വിളിച്ചാൽ നിങ്ങൾ എന്തായാലും ഞാൻ അപ്പൊ തന്നെ ഉത്തരം എങ്ങനെ ഏതവസ്ഥയിലും ചെയ്യും എന്നും അതിനർത്ഥം ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താ അടുത്ത വൈരുദ്ധ്യം? ഒരു വൈരുദ്ധ്യം ഇപ്പൊ തീർത്തു. ഇനി എന്താ? ഇതാണ് ഇപ്പൊ വലിയ വൈരുദ്ധ്യം. മുജാഹിദ് മൗലവിമാര് സഹോദരന്മാരെ നമ്മളെ മാലകളിലും മൗലിദുകളിലും ഞാൻ സക്കരിയ സലാഹിന്റെ ഒരു വിഡിത്തം കേൾപ്പിച്ചു തരാം. നിങ്ങൾ നോക്ക്, നമ്മളെ മാലനും മൗലിദിനെ കുറിച്ച് ഇയാൾ പറയാണ്. എന്താ? നമ്മളെ മൗലിദിന്റെ മങ്കൂസ് മൗലിദ്. മങ്കൂസ് മൗലിദ് എന്ന ഈ മൗലിദിന്റെ പേര് മൂപ്പര് വിശദീകരിക്കുകയാണ്. ഇവരെ വിവരം നോക്കണങ്ങൾ എന്താണെന്നറിയോ? മങ്കൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതും ചുരുക്കപ്പെട്ട മൗലിദ് എന്നാണ്. അങ്ങനെയുള്ള മങ്കൂസ് യങ്കൂസു ആണല്ലോ, ചുരുക്കപ്പെട്ടത് എന്നാണ്. എന്നാ ഇയാള് പറയുന്നത് അങ്ങനല്ല. മങ്കൂസ് പറഞ്ഞ തല തിരിഞ്ഞ മൗലിദ് എന്നാണ്. അത് പിന്നെ ഒരു വളവൻ മാറ്റി മറിച്ചിട്ടാണ് പിന്നെ എന്താക്കിയത്? മങ്കൂസ് എന്നാക്കി പോക്കിയത്. അതിന്റെ ആയ കോലം മൂപ്പര് പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടോളൂ, ഒന്ന് വെച്ചുകൊടുത്ത. വിചാരിക്കും മണ്ണുകൊണ്ടുണ്ടാക്കിയ കൂസാണ്, അല്ലാതെ അറബി വാക്കാം. ചുരുക്കപ്പെട്ടത് എന്ന അർത്ഥം. വാസ്തവത്തിൽ അത് മങ്കൂസാണ്, കാഫിന് പകരം കേഫാണ്. കാരണം അതിന് ബിംബം തലകുത്തി എന്നൊരു കഥ പറയുന്നുണ്ട്. റസൂൽ ജനിച്ചു എന്നപ്പോ ബിംബങ്ങൾ ഒന്നായിട്ട് ദുനിയാവിലുള്ള മുഴുവൻ ബിംബങ്ങളും തലകുത്തി വീടുകയാണ്. അപ്പൊ മക്കത്തുള്ള ബിംബം തലകുത്തി വീടപ്പോൾ ബിംബാരാധന പോയിട്ട് എണീപ്പിച്ചെടുത്തി നേരെ നിർത്തിയിട്ടില്ല, കിടും പിന്നെയും വീടും, പിന്നെയും നിർത്തും കിടും. മങ്കൂസ് അമ്മ തലകുത്തി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് മങ്കൂസിന് പേരിട്ട്. പക്ഷെ പേര് മോശാന് ഏതൊരു ബിരുദന് തോന്നി തലവിന്റെ മൗലിയിൽ ആയിപ്പോകുമല്ലോ. അതുകൊണ്ട് നമ്മൾ കേവലം മാറ്റി ഒരു ചെറിയ കൈക്രിയ നടത്തി ഇത് കാവാക്കി. അപ്പൊ ചുരുക്കപ്പെട്ടത് വിശാലമായതല്ല, ചുരുങ്ങിയ മൗലിദാണ് എന്ന് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ കൂസല്ല മങ്കൂസ് ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. മനസ്സിലാക്കണ കോലം കണ്ടില്ല? മൻകൂസ് ഉണ്ടായിരുന്നത് തല തിരിഞ്ഞത്. മങ്കൂസ് എന്നൊന്ന് എഴുതി കൊടുത്ത അറബിയിലുള്ള മൻകൂസ് നമ്മൾ സാധാരണ തല തിരിഞ്ഞത് എന്ന അർത്ഥത്തിന് മൻകൂസ് എന്ന എത്ര ഉണ്ടായിരുന്നത്. അതാ മൻകൂസ്, ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ അർത്ഥം തല തിരിഞ്ഞത് എന്നാണ്. അങ്ങനെ ഒരു ബിരുദം കരുതി നമ്മളെ മൗലിദിന് ഇങ്ങനെ പേരിട്ടാൽ ഇപ്പൊ സംഗതി ബുദ്ധിമുട്ടാണല്ലോ. കാരണം മൗലിദിന്റെ തല തിരിഞ്ഞതെന്ന് പറയല്ലോ, അതുകൊണ്ട് ഇതൊന്ന് മാറ്റണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ കാഫ് മാറ്റിയിട്ട് കാഫാക്കീന. അപ്പൊ എന്തായി? ഒരു വെച്ചുകൊടുത്ത കാഫ് മാറ്റിയിട്ട് കാഫ് ദാ മൻകൂസ് എന്നായി. ഇപ്പോഴാണ് ചുരുക്കപ്പെട്ടത് എന്ന മൗലിദ് പേര് വന്നത്. ഇതൊരു വളവൻ കണ്ടുപിടിച്ചതാണ്. ഓ വല്ലാത്ത വളവനെ നോക്കിങ്ങള്.
മുജാഹിദ് മൗലവിന്റെ വിവരാണ്. ഇയാളെ ഖുർആനിലും സുന്നത്തിലും ഡോക്ടറേറ്റ് നേടിയ ആളാ ഇയാളെ വിവര. ഇതിന്റെ മൻകൂസ് കാഫ് പോയിട്ട് അയാളെ ഭാഷയിൽ കാഫ് പോയിട്ട് കാഫ് വന്നാല് അതിന്റെ അർത്ഥം മങ്കൂസ് ചുരുക്കപ്പെട്ടതെന്ന് കിട്ടുവോ? ഈ ജാഹിലുകൾക്ക് വല്ല കഥയുണ്ടോ? ചുരുക്കപ്പെട്ടത് എന്ന് കിട്ടണമെങ്കിൽ അതിന്റെ ശേഷമുള്ള സീന് പോയിട്ട് സ്വാദും കൂടി വരണം. മൻകൂസ് എന്നാക്കണം. ഒന്ന് എഴുതി കൊടുത്ത മൻകൂസ് എന്നാക്കുമ്പോഴാണ്, കണ്ടോ, ഇങ്ങനെ ആകുമ്പോഴാ ചുരുക്കപ്പെട്ടതിനാവുള്ളൂ. ഇത് ഈ സാധനത്തിന് അറിയണ്ടേ? ആഫീസിൽ നിന്നുള്ള ഷീട്ടിനുള്ളതല്ലേ ബലി പറയുള്ളൂ. ഇതപ്പൊ വേറെ വിവരം നോണ പറയാ, പച്ച നോണ. നിങ്ങൾ നോക്കി, ഞാൻ വേറൊന്ന് കാണിച്ചു തരാം. മൗലിദ് ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് സുന്നികളായ നമ്മൾ ചെയ്യുന്ന ഒരു മുദ്രാവാക്യം അത്ര എന്ത്? നബിദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയും അപ്പ് അപ്പ് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. നമ്മൾ ചെയ്യുന്ന മുദ്രാവാക്യം അത്ര. ആളെന്താ പറയുന്നു? വെറുതെ പറയല്ല, വെച്ചുകൊടുത്ത ജന്മദിനത്തിന് അപ്പ് അപ്പ് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. അപ്പൊ റസൂലുള്ളാഹിനെ അപ്പാക്കണമെങ്കിൽ ഈസാ നബിയെ ഡൗൺ ആക്കണം വേണ്ടേ? റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന് അപ്പ് അപ്പ് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. അപ്പൊ റസൂലുള്ളാഹിനെ അപ്പാക്കണമെങ്കിൽ ഈസാ നബിയെ ഡൗൺ ആക്കണം വേണ്ടേ? നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് പച്ച നോണ മൈക്ക കെട്ടി വിളിച്ചു പറയാം, ഒരു കഥയില്ലാതെ. ഇതാണ് ഈ മൗലവിമാര്, ഇത് നിങ്ങൾ ഓർക്കണം. അപ്പൊ ഈ മാല മൗലിദിന്റെ പേരിൽ മൗലവിമാർ ഓതുന്ന ഏത് വിഡ്ഢിത്തണ്ടോ, ഏത് വിഡ്ഢിത്തോ അങ്ങനെ. ഞാൻ വേറൊരു മൗലവി ഓതുന്നത് കേൾപ്പിച്ചു തരാം. ഇവരുടെ ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ സംസ്ഥാന ഡയറക്ടറുണ്ട് KB അബ്ദുൽ ലത്തീഫ് മൗലവി. അയാള് ബുർദ വരി അർത്ഥം വെക്കുകയാണ്. പടച്ചോനെ, ആമിൻ തദക്കുരി ജീറാനി ബിദി സലമി മാസജ്തദം അഞ്ചറാ മിൻ മുഖിലതിൻ ബിദമി. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തനമാണ്. അതിങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങള് നല്ല ആലങ്കാരികമായ ഭാഷയിൽ അറബി സാഹിത്യ ശൈലിയിൽ അതിനെ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് അതിനെ കൊച്ചാക്ക പരിഹസിക്കുക, അത് ശിർക്കാക്കാൻ വേണ്ടി മുജാഹിദ് മൗലവി ചെയ്യുന്നത് പണി കേട്ടോ. നിങ്ങൾ ഒന്ന് വെച്ചുകൊടുത്താൽ ദീസലമിലുള്ള കാമുകിയെ ഓർത്തിട്ട് കരിയാണോ? ആരോട്? ദീസലമിലുള്ള കാമുകിയെ ഓർത്തിട്ട് കരിയാണോ? കാമുകിയെ ഓർത്തിട്ട് കരിയാണോ? കാമുകിയെ ഓർത്തിട്ട് കരിയാണോ? ആരോട്? ജീറാന് ആമിൻ അമിൻ തദക്കുരി ജീറാനി. ജീറാന് എന്ന് പറഞ്ഞ കാമുകീന്ന് അത്ര. പടച്ചോനെ തമ്പുരാനെ, ഏത് ഡിക്ഷണറിയിലാ അതുള്ളത്? ഞമ്മക്ക് തിരിയണില്ല. എന്താ അത്? ഒരു ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ സംസ്ഥാന ഡയറക്ടറാ. ഇയാളെ വിവരത്തിന്റെ ആഴാത്. അപ്പൊ എന്താ മൂപ്പര വിചാരം? മനസ്സിലാകെ ഈ കാമുകിന്റെ വർത്താനയിലുള്ളല്ലോ. അതിങ്ങനെ പറയാം, ജീറാനിലെ കാമുകിയെ ഓർത്തിട്ട്, കാമുകിയെ ഓർത്തിട്ട്. അറബി പദത്തിലുള്ള വിവരാണ്. നിങ്ങൾ ഓർക്കണം സഹോദരന്മാര്, എത്രയാണ്. ഇതാണ് ഇവരുടെ മാല മൗലിദിൽ ഇവരുടെ വിവരം. എന്നിട്ട് ഇവരിങ്ങനെ കുതിരയാക്കും, റസൂലുള്ളാഹിനെ കൊച്ചാക്കുക, റസൂലുള്ളാഹി തങ്ങളെ. നിങ്ങൾക്കറിയോ, ഈ മൗലവിയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടാല് നമ്മളൊക്കെ നമ്മുടെ അവസ്ഥ മാറിപ്പോകും. നിങ്ങൾക്കറിയോ, അയാൾ പറയുന്നത് കേട്ടോളൂ, ഞാൻ കേൾപ്പിച്ചു തരാം. നമ്മൾ സാധാരണ പറയും റസൂലുള്ളാഹിന്റെ പ്രവർത്തനങ്ങൾ സംഗതികൾ ശരിക്കറിഞ്ഞാല് നിങ്ങളൊക്കെ അഷ്റഫുൽ ഖൽഖ് എന്നല്ല പറയാൻ. അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞ സൃഷ്ടികളിൽ അത്യുത്തമന്ന അങ്ങനെയല്ല നിങ്ങൾ പറയാ. നിങ്ങൾ പറയല് വേറെ ആയിരിക്കും. ഇതാണ് ആളില്ലേ? ഇത് നമ്മൾ ചോദിക്കും. സാധാരണ നമ്മൾ പറയും എനിക്ക് ആ ദജ്ജാൽ ഉണ്ടായിട്ട്, ആ പഹ ഉണ്ടായിട്ട്, എന്റെ മറ്റേ നാശം ഉണ്ടായത്, മറ്റേ പീഡിയ തൊലഞ്ഞത്, മറ്റേ ആള് മരിച്ചത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയാണ് ഈ വിഷയം. റസൂലുള്ളാഹി തങ്ങളെ വളരെ മൃഗീയമായി കൊച്ചാക്കി കുതിരയാക്കുന്നത്. നിങ്ങളൊന്ന് കണ്ടോളൂ, അയാൾ പറയട്ടെ. ഒന്ന് വെച്ചു കൊടുത്താണ് അല്ലേ? പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും? ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തണ്ട തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ, ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ. അറിഞ്ഞാല് ഇതാ ആളില്ലേ? നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീഡ് ഉണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷം. ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഓ ഉണ്ടായതിന്റെ ശേഷം ഉള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായ പറയാറില്ല. ഉള്ളിലുണ്ട്, മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോട് പറയാറുണ്ട്. അത് ഉറപ്പന്നെ. ചിലപ്പോ പറയാറുണ്ട്. ഞങ്ങൾക്കറിയാം, നിങ്ങൾ ഉള്ളിൽ മാത്രമല്ല പഹരെ, നിങ്ങളെ മനസ്സിൽ മാത്രമല്ല പുറത്തേക്കും ഇത് പറയലുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചാണ് ഇയാൾ ഈ ദജ്ജാൽ എന്നൊക്കെ പറഞ്ഞ് തശ്ബീഹാക്കുന്നത്. നിങ്ങൾ നോക്കണം,
റസൂലുള്ളാഹി തങ്ങളെ കഫാലത്ത് ഏറ്റെടുക്കുന്നവരൊക്കെ മരിച്ചു പോവാ. ഏതുപോലെ നമ്മൾ പറയാണ്ടല്ലോ ഈ ദജ്ജാൽ ഉണ്ടായതിനു ശേഷം എന്റെ പീഡ തുളഞ്ഞത് മറ്റേത് നശിച്ചത് എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെയാണ്. നോക്കണം നിങ്ങൾ, ഇവർക്ക് റസൂലുള്ളാഹിനോടുള്ളൊരു മഹബത്തെ ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. വേറൊരു മൗലവി ഉണ്ട്, റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറഞ്ഞത് എന്താ തരികള്? മയമാക്കാൻ. മുഹമ്മദ് റസൂലല്ല, മയമാക്ക. ഞാൻ പറയല്ല, കേട്ടോളൂ. മുജാഹിദിന്റെ കുപ്രസിദ്ധ മൗലവിയാണ്. ഈയിടെ 4 പെണ്ണെട്ട നിർബന്ധം എന്ന് പറഞ്ഞിട്ട് ആകെ എന്തൊക്കെയോ കുപ്രസിദ്ധനായി തീർന്ന സുഹൈർ ചുങ്കത്തറ മൗലവി ഉണ്ട്. അയാളും പെണ്ണെട്ടലും കൂടി നമ്മളിപ്പോ ആകെ വിരകിയിട്ട് കൂട്ടിക്കൊടുപ്പുകാരനാണെന്നും അല്ലെന്നൊക്കെ മുജാഹിദുകൾ അയാളെ പറ്റിയും അല്ലാത്തവരും വനിതാ സംഘടനകളും ഒക്കെ ആകെ കുപ്രസിദ്ധനായ മൗലവിയാണ്. അയാൾ പറയുന്നത് കേട്ടോളൂ, വെച്ചുകൊടുക്കും. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക. അല്ലാഹു തങ്ങളുള്ള മഹത്വം കൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ ഓർക്കണം. ഞാൻ ഇപ്പൊ ഇതിലേക്ക് കടക്കുന്നില്ല, അത് കടന്ന ഒരുപാട് പറയാനുണ്ട്. ഞാൻ പറയുന്നത് ഇവരുടെ മഹാത്മാക്കളോടുള്ള ഇവരുടെ ഈർഷ്യതയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. സഹോദരന്മാരെ, അതിന്റെ ഭാഗമാണ് ആ മാലയിലും മൗലിദിലും തെറ്റുണ്ട് എന്ന് അയാൾ പറഞ്ഞത്. ഒരു വൈരുദ്ധ്യവും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അടുത്ത ചോദ്യം ചോദിച്ചോളി. വിഷയത്തുനിന്ന് തെന്നി മാറിയതല്ല. ഇവിടെ ഞങ്ങൾ ചോദിച്ചത് 2 വൈരുദ്ധ്യങ്ങളെ കുറിച്ചാണ്. അതിന് ഉസ്താദ് അവറുകളുടെ വിശദീകരണം അല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതിന് ഉപോത്ബലകമായ സ്വഹീഹായ വല്ല ഇബാറത്തുകളും നിങ്ങൾ കാണിക്കാൻ പറ്റുമോ? മുഹിയുദ്ദീൻ ഷെയ്ഖിന് ആ മാലി തന്നെ പറഞ്ഞുകൂടായിരുന്നോ ഇത് സീരിയസ് ആയ കേസാണ്, മറ്റേത് പറഞ്ഞ ബുക്ക് ചെയ്തിട്ട് ചീട്ടെടുക്കുന്ന കേസാണെന്ന് പറഞ്ഞുകൂടായിരുന്നു? അങ്ങനെ ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റും. അങ്ങനല്ല, പറഞ്ഞത് മാലയിലില്ല, ഉണ്ടെങ്കിലല്ലേ പറയാം. നിങ്ങളെ ഭാര്യ പോക്കറ്റൊന്നും എടുക്കാൻ പറ്റൂലല്ലോ. ഈ വൈരുദ്ധ്യമാണ് എന്ന് തോന്നുന്ന ഇബാറത്തുകളെ, വരികളെ ജംഉ ചെയ്യുക അല്ലെങ്കിൽ സംയോജിപ്പിക്കുക എന്നതാണ് വിവരമുള്ളവരുടെ ശൈലി. അത് കഴിഞ്ഞില്ലെങ്കിലാണ് അതിന് താറുവ് അല്ലെങ്കിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇത് നമ്മുടെ ശരാശരി ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന യാഥാർത്ഥ്യ. ഇത് ഖുർആനിൽ ഉണ്ടാവില്ല. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മാലയിൽ ഇങ്ങനെ ഉണ്ട്, മറ്റേ കുത്തുബിയത്തിൽ അങ്ങനെ ഉണ്ട്, അപ്പൊ അതിന്റെ മറുപടി ഇങ്ങനെയാണ് എന്ന് ഖുർആനിൽ ഉണ്ടാവില്ല, ഹദീസിലും ഉണ്ടാവില്ല. കാരണം ഖുർആനും സുന്നത്തൊക്കെ കഴിഞ്ഞ് റസൂലും പിന്നെ സഹാബത്തൊക്കെ ജീവിച്ച് വഫാത്തതിന്റെ ശേഷം മുഹീദ്ദീൻ ഷെയ്ഖ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഈ കഥ ഇല്ലാതെ എന്തെങ്കിലും പറയരുത്. അപ്പൊ അതിനൊക്കെ സഹിയായ ഹദീസ് വളർന്ന് പറഞ്ഞാല് നടക്കൂല, ഉണ്ടാവൂല. മുഹീദ്ദീൻ ഷെയ്ഖ് ജീവിച്ചത് അതിന്റെ ഒക്കെ ശേഷമാണ്. ജീവിച്ചതിന് ശേഷമുള്ള സംഭവം റസൂല് പറയണമെന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഇങ്ങനെ ചോദിക്കന്നെ, സമയം കളയരുത്. പ്രസക്ത ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം. മങ്കൂസ് മൗലിദില് വസ്തഗാസ ബിഹി നൂഹ് അലൈഹിസ്സലാം ഹീന നജാ മിനർ റദാ, പ്രളയം വന്നപ്പോ നൂഹ് നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായം തേടിയെന്നുണ്ട്. അത് കളവാണ്. അതിൽ കുറഞ്ഞ പരിപാടി ഉണ്ടാവില്ലല്ലോ. വന്നിട്ട് അപ്പോ ഖുർആൻ പറയണത് ഫതലക്ക ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ചെയ്തു എന്നാ ഖുർആനിലുള്ളത്. നൂഹ് നബി ഇസ്തിഗാസ ചെയ്യുന്നപ്പോ ഇങ്ങനെയുള്ളത്. ഇനിയിപ്പോ എന്താ വേണ്ടത്? ആദം നബി ഇങ്ങനെ ചെയ്തു ഖുർആനിലുണ്ട്. സോറി, മാറിപ്പോയതാണ്. അങ്ങനെ മാറും, എനിക്കറിയാം. അങ്ങനെ ഓരോന്ന് മാറും. ഞാൻ അടുത്ത വരട്ടെ, ഞാൻ അടുത്ത ചോദിക്കും. അല്ല, പെട്ടെന്ന് മനുഷ്യനെ പെട്ടെന്ന് മാറിപ്പോവില്ല, അങ്ങനെ പ്രശ്നമൊക്കെ പറ്റൂലേ? ആകെ മാറിപ്പോയിട്ടാണ് മുജാഹിദാണതേ. അതന്നെ ഞാൻ പറഞ്ഞത്. ആകെ ആള് മാറിയതായി മുജാഹിദ് പറഞ്ഞത്. അള്ളാഹു കാക്കട്ടെ. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സമയത്ത് അവളെ സഹായം തേടിയെന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായം തേടിയെന്ന്. എന്നാ ഖുർആൻ പറയണത് ഫതലക്ക ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അല്ലാഹുവിനോട് ചില കലിമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒടുക്കുകയും ആ കലിമത്തുകൾ ചൊല്ലുകയും അങ്ങനെ അല്ലാഹു തൗബ സ്വീകരിക്കുകയും ചെയ്തു. അല്ലാഹ് ധാരാളം തൗബ സ്വീകരിക്കുന്നവനാണെന്ന് ഖുർആൻ പറയണത്. എന്നിട്ട് ആ കലിമത്ത് ഏതാണെന്ന്, ആ വചനം ഏതാണെന്ന് വേറൊരു ആയത്തിലൂടെ പറയുന്നുണ്ട്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന മിനൽ ഖാസിരീൻ. ഇതാണ്, ഇത് മാത്രമാണ് കലിമത്തെന്ന് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ട് മങ്കൂസ് മൗലിദിൽ നേരെ വൈരുദ്ധ്യവും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതിന്റെ വാസ്തവം ഒന്ന് വിശദീകരിക്കണം. അത് മാത്രമാണെന്ന് വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തിന്റെ അർത്ഥമാണ്?
റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് മാത്രമാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതെന്ന് നിങ്ങൾ ഓതിയ ഏത് ആയത്തിന്റെ അർത്ഥമാണ്? ആയത്ത് കണ്ടാൽ തിരിയൂലേ? ഇല്ല, തിരിയില്ല. നിങ്ങൾ തിരിച്ചറി. അത് മാത്രമാണ് എന്ന് ഏതിന്റെ അർത്ഥമാണ്? അതാ പറഞ്ഞെന്ന് ഖുർആനിലുണ്ടല്ലോ, ആ വാക്കാ പറഞ്ഞെന്ന് ഖുർആനിലുണ്ടല്ലോ. അത് പറഞ്ഞുന്നുണ്ട്, വേറൊന്നും പറഞ്ഞിട്ടില്ല ഖുർആനിലുണ്ട്. അതാണ് പറഞ്ഞത്. അതാണെന്ന് പറഞ്ഞത് അത് പറഞ്ഞു. അല്ല, അതാ പറഞ്ഞത്. അത് പറഞ്ഞു. അത് ഖുർആനിൽ വ്യക്തമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒരു വ്യാഖ്യാനിച്ച് മങ്കൂസ് മൗലിദില് ഏതോ ഒരു സ്വഹീഹ് പോലാത്ത ഹദീസ് ഉണ്ടെന്ന് ഇങ്ങനെ പറയലാണോ? അങ്ങനെയല്ലോ നിങ്ങൾ പറഞ്ഞത്. ഖുർആനിൽ പറയുന്നു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ എന്ന കലിമത്ത് മാത്രമാണ് പറഞ്ഞതെന്ന്. അത് ഖുർആനിലെ ആ ആയത്തിന്റെ ഏത് പദത്തിന്റെ അർത്ഥമാണ്? അത് ബുദ്ധിയുള്ളവർക്ക് തിരിയും. ബുദ്ധിയുള്ളവർക്ക് നിങ്ങൾ തിരിച്ചറി. അതെങ്ങനെയാണ്? ആയത്തർത്ഥം വെക്കി. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവൂല. അല്ല, നിങ്ങൾ വെക്കി, നമുക്ക് നോക്കല്ലോ, നമുക്ക് തിരിയുണ്ടല്ലേ? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വ്യക്തമായിട്ട് കാണാം. ഉണ്ടല്ലോ, ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുണ്ട്. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞ വാചകം ഇതാണെന്ന് ഖുർആനിൽ വ്യക്തമായിട്ടുണ്ട്. ആദം നബി ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് ഖുർആനിലുണ്ട്. ഇത് മാത്രമാണ് പറഞ്ഞത് ഇതിന്റെ അർത്ഥാണ്. അതിപ്പോ ഖുർആനിലുള്ള ആ വാക്ക പറഞ്ഞെന്ന് പിന്നെ അത് മാത്രമാണെന്ന് പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ അത് മാത്രമാണെന്ന് അറിയാലോ. ഇല്ലല്ല, അത് എങ്ങനെ അറിഞ്ഞതെന്നാ ചോദിക്കണത്? അത് വ്യക്തമാണല്ലോ ഖുർആനിൽ. എവിടെ വ്യക്തമായി? എങ്ങനെ വ്യക്തമായി? ശരി, ഇപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ചോദിച്ചു കഴിഞ്ഞാൽ കൊടുങ്ങൾ ചോദിക്കുമ്പോ കിട്ടൂല, ഉത്തരവില്ല, കിട്ടൂലല്ലോ. നിങ്ങളുടെ ഉസ്താദ് തന്നെ മറുപടി പറയാൻ നല്ലത്. ഉസ്താദ് മറുപടി പറഞ്ഞാൽ ഇതിന് ശിഷ്യം മതി. ഇതിന് ഉസ്താദ് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോലത്തെ ഏതെങ്കിലും ചാപ്റ്ററിൽ വന്നിട്ട് ഉസ്താദ് മറുപടി പറയണോ? അതിന് ശിഷ്യന്മാര് മതി. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ് പച്ചക്കള്ളമാണ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ എന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. പക്ഷേ അത് മാത്രമാണ് ആദം നബി പറഞ്ഞതെന്ന് നിങ്ങൾ ഉദ്ധരിച്ച ആയത്തിന്റെ ഏത് പദത്തിന്റെ അർത്ഥമാണെന്ന് കിട്ടേണ്ടത്. ബുദ്ധി കൊണ്ട് വിട്ടില്ലേ? എന്നാ ബുദ്ധിയുള്ള ആളും പറയട്ടെ ഏത് പദത്തിന്റെ അർത്ഥമാണ്. നിങ്ങളൊന്ന് അതിന്റെ അർത്ഥം നോക്കി. നിങ്ങൾ ആയത്തോതി അതെനിക്കറിയില്ലേ? ആയത്തോത് നിങ്ങൾക്കറിയൂലേ? നിങ്ങളല്ലേ ഓതിയത്? നിങ്ങളാദ്യം പറഞ്ഞല്ലേ ആയത്ത്? ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളാ പറഞ്ഞത്. ആയത്ത് നിങ്ങൾ ആദ്യം പറഞ്ഞത്, ഞാനല്ല. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ കൂടെ പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ, അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വ്യക്തമായിട്ട് എന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയൂലേ? ഈ വാചകമാണ് ചൊല്ലിയതെന്ന് വിശുദ്ധ ഖുർആനില്. ഈ വാചകം ചൊല്ലിയിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആനില്. ഈ വാചകമാണ് ചൊല്ലിയതെന്ന് ഈ വാചകം ചൊല്ലിയിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആനില്. ഒന്ന് തന്നെയല്ലേ? അല്ല, ഈ വാചകം മാത്രമാണ് ചൊല്ലിയതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഈ വാചകമാണ് ചൊല്ലിയെന്ന് ഖുർആനിൽ. വാചകം മാത്രമാണ് ചൊല്ലിയതെന്നാണ് നിങ്ങൾ കാല ആദം നബിയും ഹവ്വാ ബീവിയും ചൊല്ലി റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ വ്യക്തമായിട്ട് ഖുർആനിൽ കാണുന്നു. ചൊല്ലിക്കണല്ലോ. അത് ചൊല്ലി, അതാണ് ചൊല്ലിയത്. അതാണ് ചൊല്ലിയതിന്റെ അർത്ഥാണ്. അത് ചൊല്ലിയിട്ടുണ്ട്, അത് മാത്രമാണ് ഇതിന്റെ അർത്ഥാണ്. അത് മാത്രമാണ് ഇതിന്റെ അർത്ഥം. അത് ചൊല്ലിയിട്ടുണ്ട്, അതാണ് ഞങ്ങളും പറഞ്ഞത്. പക്ഷെ അത് മാത്രമാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയത് എന്ന് കാല എന്നതിന് ഇത് മാത്രമാണ് പറഞ്ഞതെന്ന് നിങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്. അത് അങ്ങോട്ട് തന്നെ വെക്കുക. നിങ്ങൾ ദുർവ്യാഖ്യാനത്തിന് ആവശ്യമില്ല. അത് മാത്രമാണ് ആദം നബി ചൊല്ലിയത് എന്ന് വിശുദ്ധ ഖുർആനിലെ കാലക്ക് അത് മാത്രമെന്ന് ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? ഞാൻ പഠിക്കട്ടെ അതിനെക്കുറിച്ച്. പഠിക്കണം. നിങ്ങൾ പഠിച്ചിട്ടില്ല. പഠിക്കാതെ വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ അപരാധം പറയുകയാണ് നിങ്ങൾ. പഠിക്കാത്ത മൗലവിമാര് വിശുദ്ധ ഇസ്ലാം പറയാൻ നിന്നാൽ മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ ഇസ്ലാമിന്റെ കടക്കൽ കത്തുവെക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് വിവരമില്ലാതെ വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പറയരുത് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്ന് മാത്രമല്ല, മുസ്തദ്റക്കിൽ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിക്കുന്ന മുസ്തദ്റക്കിൽ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഇന്നാ നതവസ്സലു ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ കൊണ്ട് ഞാൻ തവസ്സുൽ ചെയ്യുന്നു എന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഹദീസ് കാണാതെ വിശുദ്ധ ഇസ്ലാമിന്റെ അർത്ഥം പഠിക്കാതെ വിശുദ്ധ ഇസ്ലാമിന്റെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, എന്റെ പേരിൽ ആരെങ്കിലും അപരാധം വെച്ച് കെട്ടിയാൽ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്താൽ അവന്റെ നരകമാണ് അവന്റെ പാർപ്പിടമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നബി തങ്ങൾ അന്ന് പറഞ്ഞതാണ്, ഇവർ ഖുർആനോതും പക്ഷേ ലാ യുജാവിസു തറാഖിയഹും, അവർ ദുർവ്യാഖ്യാനം ചെയ്യുമെന്ന് ദുൽഖുവൈസ്റത്തിനെ ചൂണ്ടിയിട്ട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുലർച്ചയാണ് നാം ഇവിടെ കണ്ടത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് പച്ചയായി അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന നഗ്നമായ സത്യമാണ് നാം ഇവിടെ കണ്ടത്. ഇത് തന്നെയാണ് വഹാബി മൗലവിമാര്, മുജാഹിദുകള് ഏത് വിഷയത്തിലും അവർ ഉദ്ധരിക്കുന്നത് എന്നത് അതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് നാം ഇപ്പോൾ കണ്ടിട്ടുള്ളത്. മാത്രം അല്ലാന്ന് ഖുർആനിലുണ്ടോ? മാത്രം ആണെന്ന് ഖുർആനില്ല, മാത്രം അല്ലാന്ന് ഖുർആനിലുണ്ടോ? ആ ഭാഗത്ത്
അങ്ങനെ കിട്ടൂലല്ലോ. ഈ ഖുർആൻ ഇറങ്ങിയ നിബിധങ്ങൾക്കാണ് അത് ഹദീസിലുണ്ട് എന്നപ്പോ പറഞ്ഞത്. മാത്രമാണെന്ന് പറഞ്ഞ അയാൾ തെറ്റി എനിക്കറിയില്ല. ഇനി മാത്രമല്ല എന്ന് ഖുർആനിലുണ്ടോ? പറഞ്ഞു എന്നുള്ളൂ. ഇത് മാത്രമല്ല എന്നുള്ള മാത്രമാണെന്നില്ല. പിന്നെ ഹദീസിലുണ്ട് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇവിടെ വയലന്റ് ആവല്ലേ, സ്ട്രോങ് ആവല്ലേ? അല്ല, നിങ്ങൾ സ്ട്രോങ് ആയതാണ്. നിങ്ങൾ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ ഒരു ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആയിരിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനെ തൊട്ട് കളിക്കാൻ പാടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സ്ട്രോങ് ആയതാണ്. ഇവിടെ സുന്നികൾ നടത്തിവരുന്ന എന്ന് പറയപ്പെടുന്നവർ നടത്തിവരുന്ന ഒരു 3 മരിച്ചു കഴിഞ്ഞാൽ 3 നടത്തുക, അതുപോലെ 70,000 ദിക്റിലെ ആള് നേരിട്ട് ഡയറക്റ്റ് സ്വർഗത്ത് പോകും എന്ന് പ്രചരിപ്പിച്ച ആളുകളോട് ചെയ്യിപ്പിക്കുക. ഇതിന് സ്വഹീഹായ വല്ല ഹദീസുകളോ അതല്ലെങ്കിൽ ഖുർആനിൽ നിന്ന്, ഖുർആൻ കേൾക്കുമ്പോൾ വയലന്റ് ആവുമല്ലോ, അപ്പൊ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു ആയത്ത് ഉദ്ധരിക്കാൻ സാധിക്കും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത് മരിച്ച വീട്ടിൽ 70,000 ദിക്ർ ചൊല്ലുന്നതിന് ഹദീസുണ്ടോ ആയത്തുണ്ടോ എന്നൊക്കെയാണ്. ഇവിടെ വന്യരായ ഉസ്താദ് മുമ്പ് തന്നെ പരിചയപ്പെടുത്തിയതുപോലെ വഹാബി പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലൻ, വഹാബി പ്രസ്ഥാനത്തിന് ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു കൊടുക്കുന്നത് അവരുടെ അപ്പോസ്തലനായ ഇബ്നു തൈമിയ്യയാണ്. ഇബ്നു തൈമിയ്യയെ കുറിച്ച് അവർ തന്നെ രേഖപ്പെടുത്തി വെച്ചത് മദ്ഹബിന്റെ ഇമാമുകളെക്കാൾ ഏറ്റവും വലിയ പണ്ഡിതനായി ചിത്രീകരിച്ച ഇബ്നു തൈമിയ്യ എന്നല്ല, ഇബ്നു തൈമിയ്യയുടെയും ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ആശയങ്ങൾ വിഷലിപ്തമാണെന്ന് പറയലും ഖുർആനിന്റെ ആശയങ്ങൾ വിഷലിപ്തമാണെന്ന് പറയലും തുല്യമാണെന്ന് അവരുടെ വിചിന്തനത്തിൽ അവരെഴുതി വെച്ച ആ ഇബ്നു തൈമിയ്യ ഇതിന് മറുപടി പറയുന്നത് ഇബ്നു തൈമിയ്യയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രന്ഥമായ മജ്മുഅത്തുൽ ഫത്താവ അതിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു, 70,000 ദിക്ർ ചൊല്ലി മയ്യത്തിന്റെ ആത്മാവിലേക്ക് ഹദിയ ചെയ്താൽ അത് മയ്യത്തിന് ലഭിക്കുമോ എന്ന ചോദ്യത്തിന് ഇബ്നു തൈമിയ്യ മറുപടി പറയുന്നത്, ഇദാ ഹല്ലല ഇൻസാനുൻ ഹാകദ 70,000 ഔ അഖല്ല ഔ അക്സറ വഹദിയത് ഇലൈഹി നഫഅല്ലാഹു ബിദാലിക. ഇതുപോലെ ഒരു മനുഷ്യൻ 70,000 ദിക്ർ ചൊല്ലി മരിച്ച മയ്യത്തിലേക്ക് ഹദിയ ചെയ്താൽ ഇതിന്റെ പ്രതിഫലം പൂർണ്ണമായും മയ്യത്തിന് ലഭിക്കുമെന്ന് പറയുന്നത് സുന്നി പണ്ഡിതരല്ല, മറിച്ച് അവർ അംഗീകരിക്കുകയും അവരുടെ ആശയ സ്രോതസ്സായി അവർ തന്നെ പരിചയപ്പെടുത്തുകയും ചെയ്ത ഇബ്നു തൈമിയ്യയുടെ മജ്മുഅത്തുൽ ഫത്താവയുടെ 24-ാം വാല്യം 180-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇബ്നു തൈമിയ്യ ഉദ്ധരിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ വാക്കെന്റെ അടുത്തോണ്ട് ഉദ്ധരിച്ചോളി. ഞാൻ ചോദിച്ചത് സ്വഹീഹായ ഹദീസ് ഉണ്ടോ, അതാണ് അടിസ്ഥാന പ്രമാണം. അതാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത് അടിസ്ഥാന പ്രമാണമായിട്ട് നിങ്ങൾ കണക്കാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ചോദിച്ച് സ്വഹീഹായ ഹദീസ് ഉണ്ടോ, ഖുർആനിൽ വല്ല തെളിവുണ്ടോ, അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ ഇജ്മാ ഉണ്ടോ? അതാണ് ചോദ്യം. അതിനാ നേരത്തെ പറഞ്ഞത്, ആമുഖം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ആ വിചിന്തനം ഒന്ന് കാണിച്ചു കൊടുത്ത സ്ക്രീനിലൂടെ. അതായത് ഇബ്നു തൈമിയ്യയുടെയും ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ആശയങ്ങൾ വിഷലിപ്തമാണ് എന്ന് പറയുന്നത് ഖുർആൻ വിഷലിപ്തമാണ് എന്ന് പറയുന്നതിന് സമാനമാണ്. വിചിന്തനമാണത്, മുജാഹിദിന്റെ പത്രമാണ്. അത്ര ആധികാരിക പണ്ഡിതനാണ് ഇബ്നു തൈമിയ്യ എന്ന് മുജാഹിദുകളാണ് ഈ പറയുന്നത്, നിങ്ങൾ ആളുകളായി പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളെ സ്രോതസ് തന്നെ പറയണു. എന്ത് 70,000 ചൊല്ലാം, അത് ഹദിയ ചെയ്യാം, അത് മയ്യത്തിന് ഉപകരിക്കും, അത് ശിർക്കല്ല, കുഫറല്ല, ബിദ്അത്തല്ല, അനാചാരല്ല. എന്നാ നിങ്ങൾ പറയണം. അല്ലെങ്കിൽ ഇബ്നു തൈമിയ്യക്ക് ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, അയാൾ ഖുർആൻ എതിരിൽ പറയുന്ന ആളാണ്, ഹദീസിന് എതിരിൽ പറയുന്ന ആളാണ്. മുജാഹിദ് പ്രസ്ഥാനവും അങ്ങനെ തന്നെയാണ്, ഖുർആനെതിരാണ്, ആയത്തിനെതിരാണ്, ഹദീസിനെതിരാന്ന് പറയണം. അതിനാ ഞങ്ങൾ ചർച്ച വളരെ ചുരുക്കാൻ വേണ്ടിയാണ് ഇബ്നു തൈമിയ്യയുടെ ഉദ്ധരണി പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ പഠിക്കാതെയും ചിന്തിക്കാതെയുമാണ് ഇപ്പോൾ അബദ്ധത്തിൽ ചെന്ന് വീണുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒട്ടേറെ പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ കഴിയും. അയിമ്മത്തുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ നമുക്ക് ചർച്ചയല്ല. നിഷേധിക്കുന്നവർ മുജാഹിദുകളായതുകൊണ്ട് അവർക്ക് സ്വീകാര്യമായ തെളിവാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 മണി വരെയാണ് നമ്മളെ പെർമിഷൻ. 12 മണിയും കഴിഞ്ഞു. തുടങ്ങിയത് മഗ്രിബിന് ശേഷമാണ്. മണിക്കൂർ 4-5-6 മണിക്കൂറായി.
മുജാഹിദുകൾ പരിപാടി നടത്തുകയാണെങ്കിൽ നിങ്ങൾക്കറിയോ എങ്ങനെ തിരൂർ മേഖലാ സമ്മേളനം നടത്തി മുജാഹിദ് ഒരു മൗലവി നിന്ന് നുണങ്ങനെ പറയാണ്. അപ്പൊ നമ്മളൊരു സജീവ പ്രവർത്തകൻ നിങ്ങളാ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞൊരു എഴുത്തു കൊടുത്തു. അപ്പൊ അയാൾ വാച്ചിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ സമയം 9 മണി, നമുക്കുള്ള പെർമിഷൻ കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു, ഈ പരിപാടി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു, എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞ് മൂപ്പരനെ പിരിച്ചു വിടുന്നത്, മൂപ്പരനെ നന്ദി പറയണത്, മൂപ്പരനെ അവസാനിപ്പിക്കണത്, മൂപ്പരനെ ഒക്കെ പറയണത്. അപ്പൊ നുണ പറഞ്ഞാൽ പിന്നെ മുജാഹിദിന്റെ സ്വഭാവം അങ്ങനെയാണ്. പറഞ്ഞ സമയം 10 മണി വരെയെങ്കിലും ചെയ്യാൻ അവർക്ക് കഴിയില്ല. നമ്മളെ പരിപാടി തുടങ്ങിയിട്ട് സമയം കുറേയായി, നിങ്ങൾ ഓർക്കണം. മണിക്കൂറുകൾ കുറെ പിന്നിട്ടു. നമ്മുടെ അധികാരികളുടെ ഔദാര്യം കൊണ്ടാണ് ഇപ്പൊ ഇത് മുന്നോട്ട് പോകുന്നത്. ഇനിയും അത് അവരെ കൊണ്ട് ശല്യമാക്കുന്ന രൂപത്തിലാവരുത്. അതുകൊണ്ട് വളരെ പ്രസക്തമായ 1-2 ചോദ്യങ്ങൾക്ക് അവസരം നൽകുകയാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വേഗം ചോദിക്കും. ഇന്ന് സുന്നികളിൽ കണ്ടുവരുന്ന ഒരു ആചാരമുണ്ട്. അതായത് 3ഉം 40ഉം കഴിക്കുക. ഏതെങ്കിലും സഹാബികള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്തായപ്പോൾ അവിടുത്തെ 3ഉം 40ഉം കഴിച്ചതായിട്ട് ചരിത്രത്തിൽ തെളിയിക്കാൻ സാധിക്കും. ആദ്യ ഉത്തരം പറഞ്ഞ പോലെ ഉസ്താദ് ചോദ്യം കേൾക്കണം. ആദ്യ ഉത്തരം പറഞ്ഞതുപോലെ അത് ഖുർആനിലില്ല, ഹദീസിലില്ല, അത് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഞങ്ങള് ഖുർആൻ ഹദീസാണ് ഞങ്ങള്. എനിക്ക് വാല് പൊന്തിച്ചാൽ അറിയാം നിങ്ങൾ എന്താ ഈ പറയാൻ പോണത്. ഖുർആൻ ഹദീസാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. സഹിച്ച് ക്ഷമിച്ചിരിക്കുകയാണ് ശ്രോതാക്കൾക്ക് വേണ്ടി. ഖുർആൻ ഹദീസ് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് പറയാനേ പറ്റും. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാ, ഇല്ലെങ്കിൽ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ ഉണ്ട് ഉള്ളത് തന്നെ ഉണ്ട് എന്ന് പറയുള്ളൂ, ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞ പരിപാടി ഞങ്ങൾക്കില്ല. ഉള്ളത് തന്നെ പറയാൻ ഇവിടെ സമയമില്ല. മരണപ്പെട്ട മയ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന 40 അല്ലെങ്കിൽ 7 പോലത്തെ കർമ്മങ്ങൾ, ഇത് ഉണ്ടോ? ഇത് അനുവദനീയമാണോ? അതായത് മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സ്വതക്ക ചെയ്യുകയാണ്. ഇത് ഗുണം ചെയ്യുമോ ഇല്ലയോ? 100 കണക്കിന് ഹദീസുകളിൽ കാണാം. 1 അല്ല 2 അല്ല 100 കണക്കിന്. ഇതിൽ വന്നുകൊണ്ട് ചോദിക്കുന്നു സഹാബികൾ, നബിയെ, എന്റെ ഉമ്മ മരിച്ചു, എന്റെ ബാപ്പ മരിച്ചു, അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അഫ അതസദ്ദഖു അൻഹാ, എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ സ്വതക്ക ചെയ്തോട്ടെ നബിയെ, അത് ഉപകരിക്കുമോ നബിയെ? അള്ളാന്റെ റസൂല് പറയുന്നു, നഅം, ഉപകരിക്കും. എത്ര ബുഖാരി മുസ്ലിമിലൊക്കെ ഒരുപാട് ഹദീസ് കാണാം. അപ്പൊ മരണപ്പെട്ടവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുകയാണ് നമ്മൾ ഈ ചെയ്യുന്ന ഭക്ഷണം അല്ലെങ്കിൽ അടിയന്തരം പേരെന്തു പറഞ്ഞാലും അതുള്ളത്, അതിനൊരു കുഴപ്പമില്ല. പിന്നെ 7 കുഴപ്പമുണ്ടോന്നാ? 7 മാത്രമാണെങ്കിൽ കുഴപ്പമാണ്, 8 കുഴപ്പമില്ല എന്നാണ് മുജാഹിദിന്റെ വാദമെങ്കിൽ എന്നാ നമുക്ക് 8 എന്നാ പിന്നെ 7 നടത്തണ്ട. 7 വലിയ ശിർക്കും കുഫറും വിദേഹത്തുമാണ്. 8 തൗഹീദിന് കുഴപ്പമൊന്നുമില്ല. ആ വാപ്പാന്റെ അടിയന്തരം 8 നമുക്ക് പ്രശ്നമില്ലല്ലോ. അല്ല, അത് 6 കുഴപ്പം. എന്നാ 6 40 ശിർക്കാണ് വിദേഹത്ത് അനാചാരം. എന്നാ 41 അല്ലെങ്കിൽ 39 ഇങ്ങോട്ടാക്കുക. അപ്പൊ ഈ പേരിലും ദിവസത്തിലും അല്ല, അതൊക്കെ ആളുകളെ പൊട്ടീസാക്കാൻ വേണ്ടി 40 തെളിവുണ്ടോ 31 തെളിവുണ്ടോ എന്ന് വെക്കാന്നല്ലാതെ തെളിവ് അതല്ല. തെളിവ് മരണപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യാൻ പറ്റുമോ? അതിന് തെളിവുണ്ടോ? തെളിവുണ്ട്. ഇബ്നു തൈമിയ്യ തന്നെ പറയട്ടെ, ഞാൻ അതന്നെ പറയാം. നിങ്ങളെ നെഞ്ചത്തടിക്കണവരെ വാർത്താണത്. അതിന് പറഞ്ഞത് എന്താ? ഇബ്നു തൈമിയ്യ പറയുന്നു, അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി അങ്ങനെ ചെയ്താൽ ഉപകരിക്കുമോ? ഉപകരിക്കുന്നു. മാത്രമല്ല ഇബ്നു തൈമിയ്യ പറയുന്നു, ബിത്തിഫാഖിൽ മുസ്ലിമീൻ, ഫഇന്നഹു യന്തഫിഉ ബിഹാ ബിത്തിഫാഖിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളെ ഏകോപനം. മുസ്ലിങ്ങൾക്കാർക്കും ഒരു തർക്കമില്ല. പിന്നെ തർക്കമുള്ളത് ആർക്കാ? മുജാഹിദുകൾക്കാ. മുസ്ലിങ്ങൾക്ക് അതിന് തർക്കമില്ല എന്നാണ് നിങ്ങളെ നേതാവ് പറയണത്. എന്നിട്ട് മൂപ്പര് പറയുന്നു, ഇതിൽ ഹദീസുണ്ടോ? ഹദീസില്ലാതെ വഖദ് വറദത് ബിദാലിക അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹാദീസു സഹീഹ, ഒരുപാട് ഹദീസുകൾ ഈ വിഷയമായി വന്നിട്ടുമുണ്ട് ഇബ്നു തൈമിയ്യ പറയുന്നു. കഴിഞ്ഞില്ല സഹോദരന്മാരെ, നിങ്ങൾക്കറിയോ താഊസ് റളിയല്ലാഹു അൻഹു താബിഈകളുടെ ഹെഡാണ്. മഹാനവറുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, ഇന്നൽ മൗതാ യുഫ്തരൂന ഫീ ഖുബൂരിഹിം സബ്ആ, മരണപ്പെട്ട ആളുകൾ അവരെ ഖബറുകളിൽ പ്രത്യേകമായി 7 ദിവസം പ്രത്യേകമായ വിഷമങ്ങൾ അവർ അനുഭവിക്കുന്നു ഖബറിൽ. നോക്കണം നിങ്ങൾ, ഹദീസ 7 ദിവസം ഖബറിൽ പ്രത്യേകമായി മരണപ്പെട്ടവർ വിഷമങ്ങൾ അനുഭവിക്കുന്നു. അപ്പോഴോ ഫകാനൂ യസ്തഹിബ്ബൂന അൻ യുത്ഇമു അൻഹും തിൽകൽ അയ്യാം. ഫകാനൂ, സ്വഹാബികളായിരുന്നു, യസ്തഹിബ്ബൂന, സുന്നത്തായി കണ്ടിരുന്നു, അൻ യുത്ഇമു അൻഹും, ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കൽ സുന്നത്തായി കണ്ടിരുന്നു, തിൽകൽ അയ്യാം, ആ 7 ദിവസങ്ങളിൽ.
അവൻ മരിച്ചിട്ട് 7 ദിവസം വരേക്കും മരിച്ചവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കൽ സ്വഹാബത്ത് ചെയ്ത ആചാരാണ്. വേറെ ഒരു റിപ്പോർട്ടിൽ കാണാം 40 ദിവസം. അപ്പൊ 7-നും തെളിവുണ്ട്, 40-നും തെളിവുണ്ട്, 40 ദിവസം ഒന്നിച്ചും തെളിവുണ്ട്, 7 ദിവസം ഒന്നിച്ചും തെളിവുണ്ട്. അതിലൊന്നുമല്ല, ദിവസത്തിലല്ല ഇവിടെ പ്രശ്നം, കർമ്മത്തിലാണ്. അത് സുന്നികൾ ചെയ്യുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിനാണ്ട് അടിയന്തരം എന്ത് പേരിട്ടാലും പേര് നിങ്ങൾ വെള്ളിയാഴ്ചരാകുന്നിട്ടോളി, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ചെയ്യണ കർമ്മത്തിലാണ് ഇവിടെ പ്രശ്നം. ആ കർമ്മം ഇത് പൂർവികർ കാണിച്ചു തന്നതാണ്, സുന്നത്താണ്, പുണ്യകർമ്മമാകുന്നു. അടുത്ത ചോദ്യം. ചോദ്യകർത്താക്കളുടെ ചോദ്യം അവസാനിച്ചിട്ടുണ്ട്. അവർക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നാ പറയട്ടെ, മൈക്കൊടുക്കി. ഞങ്ങള് ഇവിടെ ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഞങ്ങൾക്കൊരു തൃപ്തികരമായ മറുപടി ലഭിച്ചിട്ടില്ല. അത് ഞാൻ എന്റെ കുഴപ്പമില്ല, അത് നിങ്ങളെ കുഴപ്പമാണ്. കാരണം നിങ്ങൾക്ക് തൃപ്തിയാകണില്ല എന്നാ പറഞ്ഞത്, അതാവൂലല്ലോ. അതിനാൽ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ നേരിട്ട് വന്ന് സന്ദർശിച്ച്, ഇപ്പൊ പെർമിറ്റ് ഒക്കെ കഴിഞ്ഞല്ലോ, നമ്മുടെ സമയം വളരെ അധികരിച്ചു എന്നാണ്. അപ്പൊ സമയമുള്ള ഒരു ദിവസം നേരിട്ട് വന്ന് നമുക്ക് സംസാരിക്കാം, ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അത്ര സന്തോഷമുള്ള വേറെ കാര്യമില്ല, അതല്ലേ? അപ്പൊ അത് നമുക്ക് ചർച്ച ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ പറഞ്ഞത് കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങള് അത് ശരിയായ രൂപത്തിൽ സ്ഥിരപ്പെട്ടതാണ്, പ്രമാണബദ്ധമാണ്, പൂർവികർ കാണിച്ചു തന്നിട്ടുള്ളതാണ്, ആചാരങ്ങളുടെയും അതുപോലെ വിശ്വാസങ്ങളുടെയും പിന്തുണയുള്ള കാര്യമാണ്. സുന്നത്ത് ജമാഅത്ത് മാത്രമേ ശരിയുള്ളൂ, അതിന് നമ്മളെല്ലാവരും മടിയുറച്ച് ജീവിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി, ചോദ്യകർത്താക്കളായിട്ടുള്ള ആളുകൾ അവരും അല്ലാത്തവരും, മുജാഹിദുകളും അല്ലാത്തവരും, മുജാഹിദായ ചോദ്യകർത്താക്കളും അല്ലാത്ത ചോദ്യകർത്താക്കളും ഒക്കെ എനിക്ക് പറയാനുള്ളത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സത്യമുള്ളൂ, അതിൽ അടിയുറച്ച് ജീവിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.